അപ്പൊ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ എടുത്തതിന്റെ ബാക്കിയാണ്. ചാപ്റ്ററിന്റെ പേര് നമ്മുടെ ടൈപ്പ് തിയറിയും അതുപോലെ സ്റ്റേറ്റ് ഓർ ട്രേറ്റ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി എന്നാണ് യൂണിറ്റിന്റെ പേര്. യൂണിറ്റ് 2 ബ്ലോക്ക് 1 നമ്മൾ MPC 003 ബ്ലോക്ക് 1 യൂണിറ്റ് 2 സെക്കൻഡ് പാർട്ടാണത്. ഫസ്റ്റ് പാർട്ട് എന്നല്ല നമ്മൾ പറഞ്ഞു നമുക്ക് 2 തിയറിയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് ടൈപ്പ് തിയറിയും പിന്നെ ഒന്ന് ട്രേറ്റ് തിയറിയാണ്. ഈ ടൈപ്പ് തിയറി 3 എണ്ണം ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ 3 ആളുകളെ പേര് ഓർക്കുന്നുണ്ടാവും എല്ലാവരും. ഒന്ന് ഹിപ്പോക്രാറ്റ്സിന്റെ ആണ്, ഒന്ന് വില്യം ഷെൽഡന്റേതാണ്, ഒന്ന് മേയറുടെ MBTI എന്നതുള്ളതാണ്. പിന്നെ ട്രേറ്റ് അപ്രോച്ചസ് ആണ് പിന്നെ ഉള്ളത്. ആ ട്രേറ്റ് അപ്രോച്ചസിൽ 5 എണ്ണാണ് പഠിക്കാനുള്ളത്, 5 ആളുകളുടെ പഠിക്കാനുള്ളത്. ഒന്ന് ആൽപോർട്ട്, പിന്നെ കാറ്റൽ, പിന്നെ എയ്സെങ്ക്, പിന്നെ ഗിൽഫോർഡ്, പിന്നെ 5 ഫാക്ടർ മോഡൽ എന്ന് പറയുന്നുണ്ട്. അതിൽ ആൽപോർട്ടിൻ്റെതും ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ബാക്കി 4 ആളുകളുടെതാണ്. അതിലെ കാറ്റലിന്റെ തിയറിയാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ കാറ്റലിന്റെ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയണത്, ഇത് ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആയ ഹാൻസ് എയ്സെങ്സും റെയ്മണ്ട് കാറ്റലാണ് consider personality to be a pattern of traits providing the key to understanding it and predicting a person's behavior. ഇവരുടെ ഇതില് പറയണത് ഒരു മൂന്ന് ഐറ്റം ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സർഫേസ് ട്രേറ്റും ഒന്ന് സോഴ്സ് ട്രേറ്റും ആണ്. രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതുപോലെ എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ്സ് ആണ്. മൂന്നാമത്തത് എബിലിറ്റി, ടെമ്പറമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ് ആണ്. ഒക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇപ്പൊ ഇതിൽ പേരിൽ തന്നെ ഉണ്ട്. ഇപ്പൊ സർഫേസും സോഴ്സും എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാര്യത്തിന്റെ സോഴ്സും അതുപോലെ അതിന്റെ സർഫേസിലുള്ള എന്താണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സർഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു തിയറിയാണ് സർഫേസ് തിയറി. അതുപോലെ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് അണ്ടർലൈനിങ് ആയിട്ട് ബേസിക്കലി ഒരാളിലുള്ള സംഭവമാണ്, പക്ഷെ അത് അണ്ടർലൈനിങ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഈ ഒരു സോഴ്സ് നിന്നാണ് സർഫേസ് വരുന്നത്. ഇപ്പൊ ഇതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ആ ഉദാഹരണം പറയാം. ഒരു ചെടി ഉദാഹരണമായിട്ട് എടുക്കുക. അപ്പൊ അതിന്റെ സോഴ്സ്, ആ ചെടിക്ക് എല്ലാ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്ന അതിന്റെ സോഴ്സ് എന്താണ്? അത് വേരാണ്. അതെന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ ഉള്ളൂ, പക്ഷെ അതിനാർക്കും കാണാനും പറ്റില്ല. പക്ഷെ സർഫേസിൽ എന്തൊക്കെയാ ഉള്ളത്? അതിന് പലതും ഉണ്ട്. ഈ സോഴ്സിൽ നിന്ന് എന്താ പറയാ ഉണ്ടായി വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതില് തണ്ട്, ഇല, പൂവ്, കായ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് സർഫേസിൽ. ഇപ്പൊ സോഴ്സിൽ നമ്മളൊരു ചെടീന്റെ വേരിനെ ഒരു സോഴ്സ് ആയിട്ട് കണക്കാക്കാം. അതിന്റെ സർഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റുന്ന ഭാഗങ്ങള്, അതിന്റെ എല്ലാ തണ്ടും പൂവും കായയും ഇലയും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ദ ഒബ്സർവബിൾ ക്വാളിറ്റീസ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റീസ് ആണ് പേഴ്സണാലിറ്റിയിൽ. ഇപ്പം കൈൻഡ്നെസ്, ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ. ഇതാണ് സർഫേസ് ട്രേറ്റ്സ്. ഇതിനെ ആൽപോർട്ട് വിളിച്ച വേറൊരു പേര് സെൻട്രൽ ട്രേറ്റ്സ് എന്നാണ്. ആൽപോർട്ട് ഇതിനെ സെൻട്രൽ ട്രേറ്റ്സ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് യൂസിങ് ക്വസ്റ്റ്യനെയർ ആൻഡ് ഒബ്സർവേഷൻ കാറ്റിൽ സ്റ്റഡീഡ് several thousand people and reported certain cluster of surface trait and appeared together from time to doubt. ആ കൈൻഡ്നസ്, ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ് എന്നൊരു ജനറോസിറ്റി എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ട്, അതെന്താണ്? ജനറോസിറ്റി. ഓക്കെ, നമുക്കത് ജനറോസിറ്റി നമുക്ക് ലാസ്റ്റിൽ അത് പറയാം. ഓക്കെ 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 ഓക്കെ. ഇതില് ഒരുപാട് ആളുകളിൽ സ്റ്റഡി ചെയ്തിട്ടാണ്
കാറ്റിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് കേട്ടോ പറയുന്നത്. അതേപോലെ സോഴ്സിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. സോഴ്സ് ട്രേറ്റ്സ് മേക്കപ്പ് ദ മോസ്റ്റ് ബേസിക് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ മോസ്റ്റ് ബേസിക് സ്ട്രക്ചർ ആണ് സോഴ്സ്. അപ്പൊ നേരത്തെ ആ ഒരു ഉദാഹരണം അങ്ങോട്ട് ഓർത്താൽ മതി. ഇപ്പൊ എല്ലാവരിലും അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കും, ഒരു പല ഗുണങ്ങളും ഉണ്ടായിരിക്കും. പല ഗുണങ്ങൾ മീൻസ് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ പുറത്ത് കാണുന്ന സംഭവമാണ് എന്ത്? സർഫേസ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് വി ഓൾ പൊസസ് ദ സെയിം സോഴ്സ് traits but we do not possess them in same amount. എല്ലാവർക്കും ഉണ്ട് എന്ത്? സോഴ്സ് ട്രേറ്റ്സ്. പക്ഷെ എല്ലാവരും സെയിം എമൗണ്ടിലല്ല അതിനെ പൊസസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നമ്മളെ ഇന്റലിജൻസ്, അത് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ഒരേ സ്ഥലത്ത് നമ്മൾ പലരും പറയും അവിടെ അങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പറയേണ്ടത്, അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്ന സ്ഥലത്ത് തന്നെ പലരും അത് പല രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇന്റലിജൻസ് എല്ലാവരിലും ഉണ്ട്, പക്ഷെ അത് നമ്മൾ പൊസസ് ചെയ്യണത് പല രീതിയിലാണ്, ഒരേ അളവിലല്ല. നോട്ട് ഇൻ സെയിം എമൗണ്ട്. ഓക്കെ, ഇതില് കാറ്റില് 23 സോഴ്സ് ട്രേറ്റ്സ് നോർമലി അവര് കണ്ടെത്തി ആദ്യം. അതില് 16 എണ്ണത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തത്. അതിനെ പറയുന്നത് 16 PF എന്നാണ് പറയുന്നത്. 16 PF ക്വസ്റ്റ്യനെയർ, അതിനെ പോപ്പുലർലി നോൺ ആസ് 16 PF ടെസ്റ്റ്. ഓക്കെ, അതാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളതൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. നിങ്ങൾ ഇത് ക്ലാസ് കേൾക്കണതിന്റെ കൂടെ തന്നെ നമ്മളെ ബുക്കും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഓരോന്നിനെയൊക്കെ ഓരോ വിശദീകരിക്കാൻ നിന്നാല് ശരിക്കും ഇനിയും കുറെ പറയാനുണ്ട്. 4 ആളുകളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തരില്ല. ഇതിൽ ഓരോ ലൈനും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്നത് കേട്ടാൽ പിന്നെ എനിക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ആർക്കും വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പക്ഷെ വായിക്കണ സമയത്ത്, ഇത് കേൾക്കണ സമയത്ത് നമ്മൾ ബുക്ക് കൂടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നന്നാവും. ഇപ്പൊ നല്ല നമ്മൾ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കണ സമയത്ത്. ഓക്കെ, ഇതില് ഈ 16 PF ടെസ്റ്റ് എന്ന് പറയുന്നതിൽ ആ 16 എണ്ണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് റിസർവ്ഡ് വേഴ്സസ് ഔട്ട് ഗോയിങ്, ലെസ് ഇന്റലിജന്റ് വേഴ്സസ് മോർ ഇന്റലിജന്റ്. തേർഡ് വൺ ഇമോഷണൽ വേഴ്സസ് സ്റ്റാബിള്. അടുത്തത് ഹംബിൾ വേഴ്സസ് അസർട്ടീവ്. നെക്സ്റ്റ് സോബർ വേഴ്സസ് ഹാപ്പി ഗോ ലക്കി. നെക്സ്റ്റ് എക്സ്പീഡിയന്റ് വേഴ്സസ് കോൺഷ്യന്റിയസ്. Okay, shy versus venturesome. Okay, next tough-minded versus tender-minded. Trusting versus suspicious. Next practical versus imaginative. Next forthright versus shrewd. Next one placid versus apprehensive. Next conservative versus experimenting. Group tied versus self-sufficiency. Next casual versus controlled. Last one relaxed versus tense. ഓരോന്നും ഇതില് 16 എണ്ണത്തില് ഒന്നിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു 32 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതില് ഈ 16 ഫാക്ടേഴ്സ് മെഷേർഡ് ബൈ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇതിലേക്ക് അതുപോലെ ഒരു 7 ന്യൂ ഫാക്ടേഴ്സും കൂടി പിന്നീട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എക്സൈറ്റബിലിറ്റി, സെപ്പിയ, പോസ്റ്റേനിയ, അതുപോലെ ഇതാ ഈ കുറച്ചെണ്ണം പറയുന്നുണ്ട്. ഓക്കെ, 7 എണ്ണം കൂടി 16 എണ്ണത്തിലേക്ക് 7 എണ്ണം കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതില് വേറൊരു കാര്യം പറയണത്, ഇപ്പോ സൈക്കോട്ടിക് ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാന് ഇതൊന്നും അത്ര പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഉള്ള പഠനങ്ങളിൽ ഒരു 12 ന്യൂ ഫാക്ടേഴ്സ് അതും കൂടി ആഡ് ചെയ്യപ്പെട്ടു. അതും കൂടി ചേർത്തിട്ടുള്ള ആ 12 ഫാക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇതില്. അതും കൂടെ ചേർത്തിട്ട് അതിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ത്?
CAQ എന്നറിയപ്പെടുന്നത്, ക്ലിനിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യനെയർ. ഇതിലൂടെ കാറ്റില് നമ്മളെ നോർമൽ ആയിട്ടുള്ളയും അബ്നോർമൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെയും ഒരു മേജർ സോഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഇത്ര എണ്ണത്തില്. അപ്പൊ ആദ്യം പറഞ്ഞ 16, പിന്നെ 7 ആഡ് ചെയ്യപ്പെട്ടു, പിന്നെ അതിലേക്കൊരു 12 എണ്ണം കൂടി ആഡ് ചെയ്യപ്പെട്ടു, 12 ഫാക്ടേഴ്സും കൂടി. ഇതൊക്കെ കൂടി ചേർന്നതാണ് ഈ CAQ എന്ന് പറയുന്നത്, ക്ലിനിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യനെയർ. ഇത് ഈ ഒരു വാക്കൊക്കെ, ഈ ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലൂടെ നോർമൽ ആയിട്ടുള്ളയും അബ്നോർമൽ ആയിട്ടുള്ള ആളുകളുടെയും കംപ്ലീറ്റ് പറ്റിയിട്ടില്ലെങ്കിലും മേജർ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ രണ്ടാമത്തെ തിയറി, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ട്രേറ്റ്സ്. നേരത്തെ നമ്മൾ നമ്മളൊരു ചെടി ഉദാഹരണം പറഞ്ഞില്ലേ, അത് ഓർത്താൽ മതി. അത് സോഴ്സും സർഫേസും ആയിരുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂഷണലും എൻവയോൺമെന്റലുമാണ്. കാറ്റിൽ ഓൾസോ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്സ് ആൻഡ് എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ്സ്. ഇതില് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡ് ബൈ നാച്ചർ ഓർ ബയോളജി. ഇത് നമ്മൾ നാച്ചുറായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കലി നമുക്ക് കിട്ടിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ എൻവയോൺമെന്റൽ ട്രേറ്റ്സ്, അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ ചുറ്റുപാടുമായിട്ട് നമ്മള് ഒരു ആള് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ ചുറ്റുപാടുമായിട്ട് ഉള്ള ഇന്ററാക്ഷനിലൂടെ നേടിയെടുക്കുന്ന അനുഭവങ്ങളെയാണ് നർച്ചർ എന്ന് പറയുന്നത്. ഈ നർച്ചറിലൂടെയാണ് എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ്സ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ബയോളജിക്കലി അല്ലെങ്കിൽ നാച്ചുറായിട്ട് നമുക്ക് കിട്ടിയ സംഭവമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ. പിന്നെ എൻവയോൺമെന്റൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നർച്ചർ ചെയ്യപ്പെടുമ്പം കിട്ടും, നമ്മൾ ആ ഒരു നമ്മൾ ചുറ്റുപാടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നേടിയെടുക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് എൻവയോൺമെന്റൽ ട്രേറ്റ്സ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, മോസ്റ്റ് സർഫേസ് ഡ്രസ്റ്റ് ഫോർ കാറ്റിൽ റിഫ്ലെക്ട്സ് എ മിക്സ്ചർ ഓഫ് ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഇതിൽ പറയണത് കൂടുതൽ സർഫേസ് ട്രേറ്റ്സും നമ്മളെ ഹെറിഡിറ്റി, നാച്ചുറൽ നിന്ന് കിട്ടുന്നതും എൻവയോൺമെന്റ് നർച്ചർ നിന്ന് കിട്ടുന്നതുമാണ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ സർഫേസ് ട്രേറ്റ്സ്. ആ കൂടുതൽ സർഫേസ് ട്രേറ്റ്സും നമുക്ക് നാച്ചുറെന്നും നർച്ചറെന്നും കൂടി കിട്ടേണ്ട ഒരു മിക്സ്ചർ ആണ് എന്നാണ് പറയുന്നത്. However, എന്നിരുന്നാലും he further points out that there are some source traits which derive solely from within the individual. എന്ന് പറയണ ഇങ്ങനെ ഈ മിക്സ്ചർ ആയിട്ടുള്ള ഉണ്ടെങ്കിലും പക്ഷെ അവര് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യം, എന്ത്, ചില സോഴ്സ് ട്രേറ്റ്സ് ഒക്കെ സോൾലി കിട്ടുന്നതാണ്, അത് ഇൻഡിവിജ്വലിന് ബയോളജിക്കലി അയാൾക്ക് കിട്ടുന്നതാണ്. പിന്നെ there are some source traits which derive solely from source derived only from environmental facts. ചിലത് നമ്മളെ എൻവയോൺമെന്റൽ ഫാക്ട്സ് മാത്രം കിട്ടുന്നതാണെന്ന് പറയുന്നുണ്ട്. രണ്ടും മിക്സ്ചേർഡ് അല്ലാതെ ഒന്ന് ചിലത് ബയോളജിക്കലി മാത്രം ഉള്ളതായിരിക്കാം, ചിലത് എൻവയോൺമെന്റലി കിട്ടുന്നതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ത്രൂ എ കോംപ്ലിക്കേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് കോൾഡ് മാവ. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റാറ്റിക്കൽ ടെക്നിക്കലിനെ വിളിക്കുന്നത് മാവ എന്നാണ്. മാവ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് വേരിയൻസ് അനലൈസിസ്. അങ്ങനെ മാവ ഈസ് ബേസ്ഡ് അപ്പോൺ ദ കമ്പാരിസൺ ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ദ സെയിം ഫാമിലി either reared together or reared apart or between members of different families reared either together or apart. ഇതിലൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു അച്ഛനും അമ്മക്കും ഉണ്ടായ കുട്ടീനെ, 2 കുട്ടികളെ ഇപ്പൊ ഒരേ വീട്ടിൽ തന്നെ വളർത്തുമ്പോ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതും ആ പാരന്റിന്റെ ഒരു കുട്ടീനെ എന്തെങ്കിലും കാരണത്താല് അവരുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടില് കുറെ കാലം അവിടെ നിർത്തി, അവർക്ക് എന്താ പറയാ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോ അവരുടെ അമ്മയുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അച്ഛന്റെ ഫാമിലിയിലോ ആ കുട്ടീനെ ഒന്ന് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്കല്ല, ആ കുട്ടീനെ
കുറെ കാലത്തേക്ക് അവിടെ വളർത്താൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോ ഈ രണ്ട് കുട്ടികളിലും തമ്മിൽ ഭയങ്കര മാറ്റമായിരിക്കും ഉണ്ടാവുന്നതെന്നാ പറയണത്. അപ്പൊ നാച്ചുറലി കിട്ടിയതെന്ന് നർച്ചർ ചെയ്യപ്പെടുമ്പോഴുള്ള ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അബിലിറ്റി, ടെമ്പറമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ്. മൂന്നാമത്തത് കാറ്റൽസിന്റെ മൂന്നാമത്തെ തിയറിയാണ് അബിലിറ്റി, ടെമ്പറമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ്. ഓക്കെ, ഇതിൽ പറയണത് മെയിൻലി എബിലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് പേഴ്സൺ സ്കില്ലാണ്, ആളുടെ സ്കില്ല് ഡീലിംഗ് വിത്ത് ദ എൻവയോൺമെന്റ് ആൻഡ് ദ ഗോൾ സെറ്റ്. ഇന്റലിജൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എബിലിറ്റി ട്രേറ്റ്. ഒരാളെ സ്കില്ല്, കഴിവില്ല, ഒരാള് അയാളെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ചുറ്റുപാടിനെ നേരിടുന്ന, ഡീൽ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് അയാളെ സ്കില്ല്. ഇന്റലിജൻസ് ആണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്കില്ല്, നമ്മളെ ആക്ഷൻ ഒക്കെ പറയട്ടോ. നെക്സ്റ്റ് ഇതില് ഈ എബിലിറ്റി, ടെമ്പറമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറയില്ലേ. എബിലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കില്ലാണ്. ടെമ്പറമെന്റ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാല് സ്റ്റൈലിസ്റ്റിക് ടെൻഡൻസീസ് ദാറ്റ് ലാർജ്ലി ഷോ ഹൗ എ പേഴ്സൺ മൂവ്സ് ടുവാർഡ് എ ഗോൾ. അയാളെ സ്റ്റൈല്, ഇപ്പൊ ഒരേ ഗോളുള്ള ആളുകള് ആ ഗോളിലേക്ക് എത്തുന്നത് പല രീതിയിലായിരിക്കും. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും അല്ലെ. നമ്മൾ തന്നെ പറയല്ലോ, അത് അവന്റെ ഒരു എന്താ പറയാ, അവന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് അല്ലെ. ഒരേ കാര്യം നേടിയെടുക്കാന് ഡിഫറെന്റ് ആളുകൾ ഡിഫറെന്റ് സ്റ്റൈലിലായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതില് ബീയിങ് മൂഡി, ഇറിറ്റബിള്, ഈസി ഗോയിങ്, ഇതൊക്കെ എക്സാമ്പിൾ. അപ്പൊ ഒരേ കാര്യം രണ്ടാളും ലാസ്റ്റ് എത്തുക ഒരേ ലക്ഷ്യത്തിലായിരിക്കും. പക്ഷെ അത് ചിലര് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തിട്ടായിരിക്കും, ചിലര് ഭയങ്കര ഈസി ആയിട്ട് ചെയ്ത പോലെ നമുക്ക് തോന്നും. ചിലര് അതിങ്ങനെ നമ്മൾ ചൊറിഞ്ഞുകൊണ്ട് ചെയ്യാറില്ലേ, ഇങ്ങനെ എന്താ പറയാ, പ്രാഗി പറഞ്ഞുകൊണ്ടൊക്കെ ഓരോ കാര്യം ചെയ്യൂലേ. അങ്ങനെ ഒരു കാര്യം ചെയ്യാന് ഓരോ ആളുകളും വ്യത്യസ്ത സ്റ്റൈലുകളാണ് എടുക്കുക. അത് ഓർത്താൽ മതി. ടെമ്പറമെന്റ് സ്റ്റൈൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാല് അയാളെ സ്റ്റൈലിസ്റ്റിക് ടെൻഡൻസീസ് ആണ്. നെക്സ്റ്റ് ഡൈനാമിക് ട്രേറ്റ്സ്, അത് മോട്ടിവേഷൻ ആൻഡ് പേഴ്സൺസ് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. വിച്ച് സെറ്റ് ദ പേഴ്സൺ ഇൻ ആക്ഷൻ ടുവാർഡ് ദ ഗോൾ. അയാളെ ഇൻട്രസ്റ്റ്, അതുപോലെ മോട്ടിവേഷന്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാന് എന്ത് മോട്ടീവായിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്, അതാണ്. എ പേഴ്സൺ മേ ബി ക്യാരക്ടറൈസ്ഡ് ആസ് ബീയിങ് പവർ സീക്കിംഗ്, അംബിഷ്യസ്, സ്പോർട്സ് ഓറിയന്റഡ് ഒക്കെ ആയിരിക്കും പല അല്ലെ. ഒരു ആളുകള് ചിലരൊക്കെ എന്താണ്, പവർ സീക്കിംഗ് ആയിരിക്കും, അംബീഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് ഓറിയന്റഡ് ആയിരിക്കും. ദിസ് റിഫ്ലെക്ട്സ് ദ ഡൈനാമിക് ട്രേറ്റ്സ്. The important dynamic traits in cattle system are of 3 types. ഈ കാറ്റലിന്റെ ഡൈനാമിക് ട്രേറ്റ്സില് 3 types ആണുള്ളത്. ഒന്ന് ആറ്റിറ്റ്യൂഡ്, ഒന്ന് എർച്ച്, പിന്നെ സെന്റിമെന്റ്സ്. അത് നെക്സ്റ്റ് വരുന്ന ലൈൻസിൽ പറയുന്നുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഇതില് 3 പറഞ്ഞു. ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, എർഗ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. ഓക്കെ, ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഡൈനാമിക് സർഫേസ് ട്രേറ്റ് വിച്ച് ഡിസ്പ്ലേസ് സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻ ഓഫ് അണ്ടർലൈങ് മോട്ടീവ്സ്. അണ്ടർലൈങ് ആയിട്ടുള്ള മോട്ടീവ്സിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമ്മൾ പറയില്ലല്ലേ, അത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ടുള്ള സംഭവമായിരുന്നില്ലേ കുട്ടികളുടെ ഇടയിലൊക്കെ. എർഗ്സ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡൈനാമിക് സോഴ്സ് ട്രേറ്റ്. ഇറ്റ് ഈസ് through eggs that cattle has given due recognition to innately determined but modifiable imbalance of behavior. ഇത് നമ്മൾക്ക് അതൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നാണ് പറയണേ. അടുത്തത് ഇതിലൊരു എർഗിന് എക്സാമ്പിൾ ഒക്കെ പറയണ്ടേ. ഹങ്കർ, സെക്സ്, ഗ്രിഗേറിയസ്നെസ്, പിന്നെ പാരന്റൽ പ്രൊട്ടക്റ്റീവ്നെസ്. ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും ആളുകൾ അല്ലേ. ഇപ്പം ഹങ്കർ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാ നമ്മള്. ചിലര് അത് എനിക്ക് വയ്യ, എനിക്ക് എന്താ പറയാ,
ഫുഡ് കിട്ടാഞ്ഞാൽ അങ്ങനെ പ്രശ്നം സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാവും. പക്ഷെ അതിനേക്കാളും ഹങ്കറുള്ള ഒരാൾക്ക് പിന്നെ അത് പിടിച്ചു നിൽക്കാൻ പറ്റും. അതേപോലെ പാരന്റൽ പ്രൊട്ടക്റ്റീവ്നെസ് ഒക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ അറിയാം. നമ്മൾ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് ആണെങ്കിൽ, നമ്മൾ വേറെ കണ്ട പാരന്റ്സ് ഒക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്, എല്ലാരിലും അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും കൂടിയിട്ട് അതൊക്കെ ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ആളുകൾ വേറെ ഉള്ളവരോടുള്ള ദേഷ്യത്തിന് മറ്റേ മക്കളെ മേലിൽ തീർക്കുന്നവരുണ്ടാവും. അതല്ല എത്ര ഇതുണ്ടെങ്കിലും നന്നായിട്ട് നല്ല എന്താ പറയാ അഫെക്ഷനോടുകൂടി തന്നെ പെരുമാറുന്ന ആളുകൾ ഉണ്ടാവും. ക്യൂരിയോസിറ്റി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഇതിലെല്ലാത്തിലും ഓരോ ലൈൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ വായിക്കണ സമയത്ത് നിങ്ങൾക്കൊന്ന് വായിച്ച് അർത്ഥം നോക്കാനേ ഉള്ളൂ. ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ. ഓക്കെ. പിന്നെ ഒന്ന് പറയുന്നത്, മൂന്നാമതൊന്നും നമ്മൾ പറഞ്ഞല്ലോ, എൻവയോൺമെന്റൽ മോൾസ്. അത് മോർ ഓർ ലെസ് പാരലൽ ടു എർഗ്. എർഗിന് പാരലായിട്ടുള്ള ഒരു സംഭവമാണ്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. എക്സ്പെരിമെന്റലാണ് അത് ഉണ്ടാവുന്നത്, എക്സ്പെരിമെന്റല് അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നാണ്. ഓക്കെ. അപ്പൊ കാറ്റൽസിന്റെ 3 തിയറി നമ്മൾ പറഞ്ഞു. ഒന്ന് സർഫേസ് ട്രേറ്റ്സ്, സോഴ്സ് ട്രേറ്റ്സ്. രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെന്റൽ ട്രേറ്റ്സ്. മൂന്നാമത്തെ എബിലിറ്റി, ടെമ്പറമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ്. ഇത്രയാണ്. ഒക്കെ ഏകദേശം ഇപ്പൊ നമ്മൾ ആ സർഫേസും സോഴ്സും പറഞ്ഞതുപോലെ തന്നെ. ഒന്ന് നമ്മളുടെ ഉള്ളിലുള്ളതാണ്, ഇൻവിസിബിൾ ആണ്. മറ്റൊന്ന് വിസിബിൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇതില് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ട്രേറ്റ് തിയറിയിൽ 5 ആളുകളുണ്ട്. അതിൽ മൂന്നാമത്തെ ആളെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയാൻ പോണേ. എയ്സൻസ് ടൈപ്പ് ട്രേറ്റ് ഹെറാർക്കി. ഹെറാർക്കി എന്ന് പറഞ്ഞാൽ ശ്രേണി. ഓക്കെ. അവര് പറയണത് ഇതിൽ സ്റ്റേബിൾ ആൻഡ് എൻഡ്യൂറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ ഇവിടെ പറയണത്, ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് പറയാണ് കേട്ടോ, ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒക്കെയാണ്. ഹാബിറ്റൽ റെസ്പോൺസ്. ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല കേട്ടോ, ഇതിലൊക്കെ നമ്മൾ പറഞ്ഞ പോലുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. ഇതിൽ ഹാബിറ്റൽ റെസ്പോൺസസ് ആർ ഇൻ ടേൺ ബേസ്ഡ് അപ്പോൺ സ്പെസിഫിക് ഒബ്സർവബിൾ റെസ്പോൺസസ് എന്നാ പറയുന്നത്. നമ്മളൊരു ശീലങ്ങളില്ലേ, അത് നമ്മളൊരു ഒബ്സർവ് ചെയ്തതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമുക്ക് ശരിക്കും നമ്മളൊരു ഹാബിറ്റ് വരുന്നില്ല. നമ്മളിപ്പോ ചെറുപ്പത്തിൽ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലല്ലോ. ആ കുട്ടി വളരുന്ന ആ ചുറ്റുപാടില് അത് ഒബ്സർവ് ചെയ്ത് അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് അതിന്റെ എന്ത് വരിക, അതിന്റെ ഓരോ ഹാബിറ്റ്സും വരിക. ഇപ്പൊ ഒരേ നാട്ടില് കഴിയുന്ന ആളുകൾ തന്നെ പല ഹാബിറ്റുള്ള ആളുകളായിരിക്കും. അത് ആ വീട്ടിലെ ഹാബിറ്റ് എന്താണോ ഏകദേശം അതായിരിക്കും. പിന്നെ അതിനെ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ എന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റാരെയും കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും പിന്നെ മാറ്റം ഉണ്ടാവുക. അപ്പൊ എങ്ങനെ വന്നാലും ഇത് ഈ ഹാബിറ്റൽ റെസ്പോൺസസ് നമ്മൾ ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ. ഇവര് ഇതില് ബേസ്ഡ് അപ്പോൺ ന്യൂമറസ് ഫാക്ടേഴ്സ് അനലൈസിസ് ഓർ പേഴ്സണാലിറ്റി ഡാറ്റ ഗേതേർഡ് ഫ്രം ഡിഫറെന്റ് പോപ്പുലേഷൻസ്. ഇതില് എയ്സൻസിനെ ഒരു 3 ഡൈമെൻഷനിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്ട്രാവേർഷൻ ഓർ ഇൻട്രോവേർഷൻ. നമ്മൾ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും പറയൂലേ, അതിനെ. പിന്നെ രണ്ടാമത്തത് അതില് ന്യൂറോട്ടിസം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി. പിന്നെ ഇതിന്റെയൊക്കെ ബേസിൽ ഒന്നുകൂടെ ആഡ് ചെയ്യപ്പെട്ടു. അതാണ് എന്താണ്, സൈക്കോട്ടിസം അല്ലെങ്കിൽ ഇമ്പൾസ് കൺട്രോള്. ഇതിന് ഈ ലേറ്റസ്റ്റ് വേർഷനെ പേരിട്ടിരിക്കുന്നത് EPQ എന്നാണ്. ഈ പേരുകളൊക്കെ ശരിക്കും ഓർക്കണ്ട. നമ്മൾ നേരത്തെ വേറെയും പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യനെയർ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ഇത് എയ്സൻസ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനെയർ പഠിച്ചു അല്ലെ,
അതേതായിരുന്നു? CAQ. അത് ക്ലിനിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യനെയർ ആയിരുന്നു. ഇത് EPQ ആണ്, എയ്സെങ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ. ഇനി ഈ പറഞ്ഞ മൂന്നെണ്ണം എന്താന്ന് നോക്കാം. എക്സ്ട്രാവേർഷൻ ഓർ ഇൻട്രോവേർഷൻ. ഇതില് extroverts are individuals who are social and impulsive and who like excitement and oriented towards external reality. പറയുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ. നമുക്ക് ആലോചിച്ച് നമ്മൾ പറയല്ലേ, നമ്മൾ പല ആളുകളെയും പറയല്ലേ എക്സ്ട്രോവേർട്ട് ആണ്, ഇൻട്രോവേർട്ട് ആണ്. അപ്പം കുറെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എക്സ്ട്രോവേർട്ട് എപ്പോഴും എന്തിനു ഇഷ്ടപ്പെടും? എക്സൈറ്റ്മെന്റ് ആയിരിക്കും ആള്. പിന്നെ ഓറിയന്റഡ് ടുവാർഡ് എക്സ്റ്റേണൽ റിയാലിറ്റി, പുറമുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടി ഓറിയന്റഡ് ആയിരിക്കും. ഇൻട്രോവേർട്സ് ആണെങ്കിലോ, ഇൻട്രോസ്പെക്റ്റീവ് പേഴ്സൺ ഹു ആർ മോർ ഓറിയന്റഡ് ടുവാർഡ് ഇന്നർ റിയാലിറ്റി ആൻഡ് ടെൻഡ് ടു എക്സിബിറ്റ് പ്രിഫറൻസ് ടുവാർഡ് എ വെൽ ഓർഡേർഡ് ലൈഫ്. അവർക്ക് ശരിക്കും ഒരു വെൽ ഓർഡേർഡ് ലൈഫ് ആയിരിക്കും. അവർ ഇന്നർ റിയാലിറ്റിനെ നേരെയാണ് അവര് ഓറിയന്റഡ് ആവുക. മറ്റേ എക്സ്റ്റേണൽ റിയാലിറ്റിന്റെ ഇതിലായിരിക്കും എക്സ്ട്രോവർട്ട് ഓറിയന്റഡ് ആവുക. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യം, സം അൺറീസണബിൾ ഫിയർ ഓഫ് ഒബ്ജക്ട്സ്, പേഴ്സൺസ്, പ്ലേസസ്. ഇതാണ് എന്ത്? സം ന്യൂറോട്ടിക്സ് മേ ഇൻഹിബിറ്റ് ഒബ്സഷൻ ഓർ ഇമ്പൾസീവ് സിംറ്റംസ് and some many show unreasonable fear or objects, personal, places. ഇതാ നമ്മള് ഇൻട്രോവേർട്ടിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അത് കൂടുതൽ പറയേണ്ടി വരില്ല. എക്സ്ട്രോവർട്ടും ഇൻട്രോവർട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും എന്താണ് അത് എന്നുള്ളത്, അല്ലെ? ഓക്കെ, നെക്സ്റ്റ്. സൈക്കോട്ടിസം ഓർ ഇമ്പൾസ് കൺട്രോൾ. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, സൈക്കോട്ടിക്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ട്രൈറ്റ്സ് സച്ച് ആസ് ബീയിങ് insensitive to others, hostile, at times cruel and inhuman. Despite all the type of psychopathological traits, Eysenck believed that psychotics tend to be creative. He based his conclusion on this work with schizophrenics who gave many original responses on the Rorschach test. Correct, എന്താ പറയാ, RORSCHACH എന്നാണ് ആ ഒരു ടെസ്റ്റിന്റെ പേര്. ഇതില് പറഞ്ഞ മനസ്സിലായല്ലോ, നമ്മള് ഹോസ്റ്റൈൽ ആയിരിക്കും, അതുപോലെ ഇൻസെൻസിറ്റീവ് ആയിരിക്കും മറ്റുള്ളവരോട് എന്നാണ് പറയുന്നത്. സൈക്കോട്ടിസം, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനിയും ഒരു ചാപ്റ്റർ ആയിട്ടൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇൻഹിബിഷൻ തിയറി. Inhibition theory differed along the various dimensions should behave differently from one another. According to Eysenck, individual differences along the extraversion, introversion dimension are strongly determined by heredity and have their basic origins the cerebral cortex of the central nervous system. അവര് പറയുന്നത് നമുക്ക് ബേസിക്കലി കോർട്ടെക്സ് എന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കോർട്ടെക്സ് എന്നൊക്കെ കിട്ടുന്നതാണ് ഏത്? ഈ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഒക്കെ ഉള്ള സംഭവങ്ങൾ സ്ട്രോങ്ലി അതൊന്ന് വരുന്നതാണ്. പിന്നെ നമ്മൾ അതിനെ മാറ്റിയെടുക്കലാണ് പലരും, അല്ലെ? അതെ അതെ, അത് ബയോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. ഗുഡ്, താങ്ക് യു. Next, drawing upon the work of Teflo and Pavlov, Eysenck pointed out that extroverts are relatively stronger
ഇൻഹിബിറ്ററി പ്രോസസ് ആൻഡ് വെരി വീക്ക് എക്സിറ്ററി പ്രോസസ്. ഇതിൽ പറയണ ഇത് ശരിക്കും നിങ്ങൾ വായിച്ചന്നെ, ഞാൻ പറഞ്ഞു കേട്ടതിന് ശേഷം വായിക്കന്നെ വേണം കേട്ടോ. ശരിക്കും ഒരു നമ്മളെ ടെഫ്ലോന്റെ പാവ്ലോന്റെ ഒക്കെ വർക്കില് ബേസ് ചെയ്തുകൊണ്ട് എസെൻസ് പോയിന്റ് ഔട്ട് ചെയ്ത സംഭവമാണ്. എക്സ്ട്രാവേർട്ടേഴ്സ് എന്താ പറയണത്, റിലേറ്റീവ്ലി സ്ട്രോങ്ങർ ആയിരിക്കും, പക്ഷെ വെരി വീക്ക് ആയിരിക്കും. എന്ത് എക്സൈറ്ററി പ്രോസസ് ചെയ്യണതിൽ വെരി വീക്ക് ആയിരിക്കും. എന്നാൽ ഇൻഹിബിറ്ററി പ്രോസസ് ചെയ്യണതിൽ സ്ട്രോങ്ങും ആയിരിക്കും എക്സ്ട്രോവേർട്സ്. അതില് അവരെ നെർവ് സിസ്റ്റംസ് ആർ സ്ട്രോങ് വിച്ച് ഫോഴ്സസ് ദം ടു ടോളറേറ്റ് എ ലാർജ് കപ്പാസിറ്റി ഓഫ് സ്റ്റിമുലേഷൻസിനെ ടോളറേറ്റ് ചെയ്യാൻ ഇവർക്ക് ഒരു ലാർജ് കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ ഇൻട്രോവേർട്സ് ഇല്ല പറയണേ, ഓൺ ദ അതർ ഹാൻഡ് ഹാവ് വെരി സ്ട്രോങ്. ഇവിടെ നമ്മൾ എക്സ്ട്രോവേർട്ടിന് പറഞ്ഞ എന്താ, സ്ട്രോങ് ഇൻഹിബിറ്ററി ആണ്. എന്നാ പറഞ്ഞത് ഇൻട്രോവേർട്ടിന് പറയണത് സ്ട്രോങ് എക്സൈറ്റേറ്ററി ആണ്. നേരത്തെ മറ്റവർക്ക് പറഞ്ഞ കുറവുള്ളതാണ് ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ളത്. അത് വീക്ക് ഇൻഹിബിറ്ററി ആണ് ഇവർക്ക് ഉണ്ടാവുക. ഇൻട്രോവേർട്ട് ആന്തരിക ഭാഗമായിട്ടുള്ള ആന്തരികമായിട്ട് സ്ട്രോങ്ങും മറ്റാള് ബാഹ്യമായിട്ട് സ്ട്രോങ് എന്നാണ് ഉദ്ദേശിച്ചത്. യെസ്, ഓക്കെ, ഗുഡ്, താങ്ക് യു. നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ പറയട്ടോ, കാരണം ഒന്നുകൂടി മലയാളത്തിലൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ഗുഡ്, താങ്ക്സ്. അപ്പൊ അത്രയാണ് ആ ഒരു ഏരിയയിൽ പറയണത്. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇൻട്രോവേർട്സ് ആന്തരികമായിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും, എന്നാൽ എക്സ്ട്രോവേർട്സ് ബാഹ്യമായിട്ട് സ്ട്രോങ് ആയിരിക്കും എന്നല്ലേ. ഓക്കെ, ഇനി ഇതിൽ പറയണ എക്സ്ട്രോവേർട്ടിന്റെ വേറൊരു ഇത് എന്ന് പറഞ്ഞാല്, എക്സ്ട്രോവേർട്സ് റിയാക്ട് മോർ സ്ലോലി ആൻഡ് വീക്ക്ലി ടുവാർഡ്സ് സ്റ്റിമുലി. പക്ഷെ അവര് സ്ലോലി വീക്ക്ലി ആണ് അവര് റിയാക്ട് ചെയ്യാം. ബ്രെയിന് വെച്ച് നോക്കുമ്പോൾ ഇവര് പറഞ്ഞ പോലെ തന്നെ ആന്തരികമായിട്ടുള്ളത് അവർക്ക് വീക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് സ്ലോലി വീക്ക്ലി ആണ് അതിന് ഒരു സ്റ്റിമുലിനോട് അവര് റിയാക്ട് ചെയ്യുക. എന്നാല് ഇൻട്രോവേർട്സ് ഇവിടെ പറയുന്നുണ്ട്, ഇൻട്രോവേർട്സ് മോർ cortically aroused and their brains react quickly and strongly to stimuli. അവരുടെ ബ്രെയിന് സ്ട്രോങ് ആയിട്ടും ക്വിക്കായിട്ടുമാണ് റിയാക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടി നമുക്ക് സ്പെസിഫിക് ചെയ്ത് തരുന്നൊരു സെന്റൻസ് ആണിത്. ഓക്കെ, അതിന് consequently strong stimulation from the environment proves be aversive and for them, and they tend to spend more time in a loop activities like reading, writing, playing chess. ഇത് നമ്മളെ ഇൻട്രോവേർട്സിനെ കുറിച്ചാണ് പറയുന്നത്. അവര് കൂടുതൽ റീഡിങ്, റൈറ്റിംഗ്, പ്ലേയിങ് ചെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. കുറെ എന്താ പറയാ, നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും ചെയ്യാന് താല്പര്യപ്പെടുക. ഓക്കെ, എന്നാല് നമ്മളെ എക്സ്ട്രോവേർട്സോ അവര് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്, പിന്നെ അറ്റൻഡിങ് വേരിയസ് ടൈപ്പ് ഓഫ് മീറ്റിംഗ്, ഇതിനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ഇതൊക്കെ ആയിരിക്കും. ഇൻട്രോവേർട്സിനോ എന്നാൽ അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് അതിനൊക്കെ പകരം ഒന്ന് റീഡിങ്, റൈറ്റിംഗ്, പ്ലേയിങ് ചെസ് പോലുള്ള അങ്ങനെയുള്ള ഒന്നുകൂടെ എന്താ പറയാ, നമ്മൾ പറയും നല്ലതാണ്. എന്നാല് എക്സ്പ്ലോർ മറ്റുള്ളവരെ കാണിക്കാത്ത രൂപത്തിൽ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ആളുകളെ നമ്മൾ ശരിക്കും ഇൻട്രോവേർട്ട് എന്ന് പറയല്ലേ. അതെ, അപ്പൊ അതാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. ബുഷ്റല്ലേ ഇത് പറഞ്ഞത്? അല്ല, ഷബനാസ്. ഓക്കെ, ഷബനാസ് തന്നെയാട്ടോ ഞാൻ ഉദ്ദേശിച്ച്, മാറിപ്പോയതാ. പിന്നെ എന്തായാലും താങ്ക്സ്. ഇനി അതിലെന്തെങ്കിലും ആഡ് ചെയ്യാന് ഉണ്ടോ? അത് പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാല് എല്ലാരിൽ നിന്നും അകലം പാലിക്കും. നിശബ്ദതയും നല്ല സൗണ്ട് ഇല്ലാത്ത രീതിയിൽ നിശബ്ദതയും പിന്നെ ആന്തരികമായിട്ടുള്ള ചിന്തകളെയും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വം. പിന്നെ അങ്ങനത്തെ ആൾക്കാർ പൊതുവേ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് സമയം കണ്ടെത്തുന്നതിനും ഒറ്റക്ക് സമയം ചെലവഴിക്കുന്നതിനും ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഇങ്ങനത്തെ ആൾക്കാർക്ക് മറ്റുള്ള ആളെക്കാട്ടി എക്സ്ട്രോവേർട്ടിനേക്കാൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും, പക്ഷെ അവരത് പ്രകടിപ്പിക്കൂല.
ഏത് നേരം ഒരു ക്ഷീണമുള്ള പോലെയാണ് കാണിക്കല്. എല്ലാം ഒരു താല്പര്യമില്ലായ്മ പോലെ കാണിക്കും. പിന്നെ ഓലെ പ്രധാന വ്യത്യാസം രണ്ടാമതും പറയുകയാണെങ്കിൽ ഈ ആന്തരികമായ ലോകത്താണ് കൂടുതൽ ഇൻട്രോവേർട്ടിൽ പ്രധാനം കൊടുക്കുന്നത്, മറ്റേത് ബാക്കി ലോകത്ത്. അതുപോലെ തന്നെ റിലാക്സേഷൻ കിട്ടുന്ന സ്ഥലങ്ങൾ മാത്രം മനസ്സന്തോഷം കണ്ടെത്താൻ നോക്കും. സന്തോഷം കണ്ടെത്താൻ ഇൻട്രോവേർട്ട് ശ്രമിക്കും. നേരെ ഓപ്പോസിറ്റ്, ശബ്ദം കൂടുതലുള്ളതും സാമൂഹികമായിട്ട് ഭയങ്കര ഒറ്റക്കുള്ള സാഹചര്യങ്ങളിലെ ആത്മവിശ്വാസം കൂടുന്നുള്ള ചിന്തയാണ് എക്സ്ട്രോവേർട്ടേഴ്സിനുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ മുന്നേ എപ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം മൈൻഡിൽ എടുത്തതിന് ശേഷം മാത്രമേ ഇൻട്രോവേർട്ടുകൾ സംസാരിക്കൂ. പക്ഷെ എക്സ്ട്രോവേർട്ട് അങ്ങനല്ല, ആശയവിനിമയം നേരിട്ട് തന്നെ പങ്കുവെക്കും, പെട്ടെന്ന് തന്നെ ചെടപെടാന്ന് പറഞ്ഞ് പറയൂ. പിന്നെ ഇത് കണ്ടെത്തിയത് ആരും അറിയോ? ഒരു കാൾജങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. കാൾജങ് എന്ന് പറഞ്ഞ അവരാണ് ഇതിന്റെ വ്യത്യാസങ്ങളൊക്കെ കൂടുതലായിട്ട് റിസർച്ച് ഇതിൽ ചെയ്തത്, മനഃശാസ്ത്രത്തില്. അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് എന്നാ തോന്നുന്നു. അവരെ തന്നെയാണ് കാൾ യുങ് എന്ന് പറയുന്നത് അല്ലേ? കാൾജങ് എന്നാണ് പറയാ, കാൾജങ് എന്ന് പറഞ്ഞ. അപ്പൊ അത് മാത്രല്ല, ഇതില് രണ്ട് സ്വഭാവം കൂടിയുള്ള ആൾക്കാരുണ്ട്. എക്സ്ട്രോവേർട്ടിന്റെ സ്വഭാവവും ചിലപ്പം ഇൻട്രോവേർട്ടിന്റെ സ്വഭാവം കാണിക്കും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കാണിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ആംബിവേർട്ട്. ആംബിവേർട്ട് എന്ന് വെച്ചാൽ സംയോജിത സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ എന്ന് പറയും. അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടാ, മിക്സഡ് സ്വഭാവം ആംബിവേർട്ടിന്റെ അർത്ഥം. അതെ അതെ, ശരിക്കും കാണുന്നവർക്ക് തോന്നും, നമ്മൾ അങ്ങനെ പറയല്ലേ, കാണുന്നവർക്ക് തോന്നും എക്സ്ട്രോവേർട്ട് ആണെന്ന്. കാരണം ഇവരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ടതിലൊക്കെ അവരുണ്ടാവും, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. പക്ഷെ ഇവർ ഇഷ്ടപ്പെടുന്നത് എന്താ പറയാ, ഒന്ന് ഒതുങ്ങി ഇങ്ങനെയുള്ള എത്താനായിരിക്കും. ശരിക്കും സത്യം, എക്സാമ്പിൾ മീസ് ദാറ്റ് ടൈപ്പ്. സംഭവം അവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയൂല ആംബിവേർട്ടിനെ. അവര് കൂടുതൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കും, ഒതുങ്ങി ആയിരിക്കും കൂടുതലും എവിടെ ഫാമിലിയിൽ നിൽക്കല്. പക്ഷെ പുറത്തുള്ള കാര്യത്തിലൊക്കെ ഒരു ഓവറായിട്ട് എന്താണ് തനി എക്സ്ട്രോവേർട്ട് ആയിട്ട് കാണിക്കുക. എനിക്ക് അത്ര അറിയില്ല കേട്ടോ. ഞാനീ പറഞ്ഞ ഇതിലുള്ളതാട്ടോ, എന്താ ആംബിവേർട്ടോ? പേര് ശരിക്കും അറിയില്ലായിരുന്നു കേട്ടോ, ആംബിവേർട്ട് പേര് അറിയില്ലായിരുന്നു എന്ന് പറയാം. ഈ പേര് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ ഇൻട്രോവേർട്ട് അതൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രാവേർട്ട്. എന്താ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഈ സൈക്കോളജി പഠിച്ച ആൾക്കാർ കൂടുതലും ആംബിവേർട്ട് ആവാനാട്ടോ സാധ്യത. കാരണം കൂടുതൽ മൂകമായിട്ട് നിൽക്കും ചെയ്യും. അതേപോലെ തന്നെ പുറത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും പലപ്പോഴും എല്ലാവരും ഒരു ക്യാരക്ടറുകളെല്ലാരും ഓരോരുത്തരെ അനലൈസ് ചെയ്താൽ മനസ്സിലാകും. പുറത്ത് നിന്നില്ല, ഒരു ആവശ്യം വരുമ്പോ നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കും. അതെ അതെ, കറക്റ്റ്. അപ്പൊ താങ്ക് യു ഷബ്ന, പേര് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അറൗസൽ തിയറി. അറൗസൽ തിയറിയിൽ പറയണത്, റീസെന്റ് ഇൻഹിബിഷൻ തിയറി ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ അറൗസൽ തിയറി ബൈ ഐസൻസ്, ബിക്കോസ് ഈ ഇൻഹിബിഷൻ തിയറി റീപ്ലേസ് ചെയ്തതാണ് അറൗസൽ തിയറിയാണ്. അത് ഐസൻസ് ആണ് ചെയ്തത്. കാരണം ഇൻഹിബിഷൻ ആൻഡ് എക്സൈറ്റേഷൻ, although were very useful concept, were found to be extremely difficult to assess ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇൻഹിബിഷൻ തിയറിനെ ഒന്ന് അറൗസൽ തിയറി എന്നതിലേക്ക് റീപ്ലേസ് ചെയ്തത്. അതെങ്ങനെയാന്നുള്ളത് പറയുന്നുണ്ട് നെക്സ്റ്റ്. അറൗസൽ തിയറി എന്ന് പറയുന്നത്, അറൗസൽ തിയറി ഹാസ് അഡ്വാൻറ്റേജ് ഓഫ് ഐഡന്റിഫൈയിങ് ദ സൈക്കോളജിക്കൽ സിസ്റ്റംസ്. അഡ്വാൻറ്റേജസ് ഉണ്ട് സൈക്കോളജിക്കൽ സിസ്റ്റംസ് ഐഡന്റിഫൈ ചെയ്യുന്നതില്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ എക്സ്ട്രാവേർഷൻ ഓർ ഇൻട്രോവേർഷൻ ആൻഡ് ന്യൂറോട്ടിസം ഓർ സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ഈ അറൗസൽ തിയറിക്ക് ഒന്നുകൂടി അഡ്വാൻറ്റേജ് ആണ് ഇൻഹിബിഷൻ തിയറിനേക്കാള്. According to arousal theory, differences in the behavior of introverts and extroverts are due to the various parts of ascending reticular acting system. അറാസ് എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അതിന്റെ ഫുൾ ഫോം ആണ് അസെൻഡിങ്
റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. അത് which is a network of fibers going upward from the lower brain stem to the thalamus and cortex. ഇത് എനിക്ക് തോന്നുന്നത് ഷബ്നാസിന് ഇതിൽ ഒന്നുകൂടി പറയാൻ പറ്റും തോന്നണം കേട്ടോ, കാരണം സൈക്കോളജി BA ആയതുകൊണ്ട് ഇത് നമ്മളെ ഒന്നുകൂടെ ബ്രെയിനൊക്കെ റിലേറ്റ് ചെയ്താണ് പറയണത്. നമ്മളെ ലോവർ ബ്രെയിൻ സ്റ്റെമ്മിന്ന് പിന്നെ തലാമസ് അതുപോലെ കോർട്ടെക്സിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഫൈബേഴ്സ് പോകുന്നത് കാരണമാണ് ഈ ഒരു സംഭവം എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെ ആയിരിക്കും. Some other fibers descend from the lower brain stem which influences the activities of bodily muscles and autonomic nervous system. ചിലത് നമ്മളെ എന്താണ് ഇപ്പൊ ഒന്ന് ബ്രെയിൻ ആയിട്ടുള്ളത് പറഞ്ഞു അല്ലെ, ബ്രെയിൻ സ്റ്റെമ്മിന്ന് തലാമസിലേക്കും കോർട്ടെക്സിലേക്കും ഒക്കെ ഫൈബേഴ്സ് പോകുന്നതിലൂടെ. പിന്നെ ഇതിപ്പോ സെക്കൻഡ് വണ്ണ് പറയുന്നത് ബോഡിലി മസിൽസ് ആൻഡ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, ചില ആക്ടിവിറ്റീസ് ഷബ്നാസ് വല്ലതും പറയണ്ട? അത് വ്യക്തിത്വല്ലേ, നമ്മളെ പേഴ്സണാലിറ്റിയും പിന്നെ പെരുമാറ്റം ബിഹേവിയറും കൂടി കൂടുന്ന സമയത്താണ് ഈ അറോസൽ എന്നുള്ള ഒരു ആശയം വരിക. അറോസൽ തിയറി വരിക എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ പേഴ്സണാലിറ്റിയും പിന്നെ ബിഹേവിയറലായിട്ട്, ബിഹേവിയർ നമുക്ക് ആലോചിക്കാം, കോഗ്നിറ്റീവിന്റെ ഭാഗമാണ് ബിഹേവിയർ. സ്വാഭാവികമായിട്ടും അത് ബ്രെയിനിൽ ടച്ചാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് വെച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു മനസ്സിന്റെ ഉണർവ് എന്നൊരു ആശയമാണ് അറോസൽ എന്ന് പറഞ്ഞാല്, മനസ്സിന്റെ ഉണർവ് എന്നുള്ള ഒരു ആശയം എന്നുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ആക്കുമ്പോ ആങ്സൈറ്റി വരുന്നതും നമ്മളെ ഒരു അറ്റൻഷന് അതും ഒക്കെ വ്യക്തിത്വത്തിന് എങ്ങനെ വ്യക്തിത്വത്തിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, മെറിറ്റിനെ അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അറോസൽ തിയറി ഉള്ളത്. മനസ്സിലായോ? ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാകും, നമ്മൾ പറയല്ലേ ADHD ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതിന് നമ്മൾ ഈ അറോസലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഇതിലുള്ള നമ്മളെ മുഖ്യ ആശയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാന്ന് വെച്ചാല് ഓരോന്നും വ്യത്യാസം ഉണ്ടാവും. അറോസൽ ഞങ്ങൾ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഉത്സാഹം കുറയും, പെട്ടെന്ന് ഉണർവ് കുറയും, ശ്രദ്ധ കുറയും. ആ സമയത്ത് തന്നെ എന്താകും, കുട്ടിക്ക് നല്ലോണം ആങ്സൈറ്റി കൂടിപ്പോകും, സ്ട്രെസ് കൂടിപ്പോകും. അങ്ങനത്തെ എന്ന് വെച്ചാൽ ഈ ബിഹേവിയറും ഈ പേഴ്സണാലിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതാണ് ഇതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട് ആവണ സമയത്ത് അറോസൽ മിതമായിട്ടുള്ള നിലക്കിലാ പോവാ. അത് ഇൻട്രോവേർട്ട് ഓവർ ആയാല്, കൂടുതലായി പോയാൽ എന്താകും, സ്ട്രെസ്സിലേക്ക് മാറും. അതേപോലെ എക്സ്ട്രോവേർട്ട് ആവണ സമയത്ത് അറോസല് മറ്റേ നോർമലായിട്ട് പോകുന്നതിനെക്കാട്ടി കൂടുതലായിട്ട്, ഏറ്റവും കൂടുതൽ ഇവര് ഇൻട്രോവേർട്ടിനേക്കാൾ കൂടുതൽ അറോസൽ ആവശ്യമുണ്ട് എന്നാ പറയാം. അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഒരു ഉന്മേഷിക്കാനുള്ള ഒരു സംഭവമാണ് എന്നാണ് ഇത് പറയല്. ഈ ഒരു സംഭവം അറോസൽ തിയറി എന്നാല് മോഡറേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യങ്ങള്. അത്രേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ. എന്ന് വെച്ചാൽ ന്യൂറോണായിട്ട് കണക്റ്റഡ് ആണ്, അത്ര. അബ്നോർമൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നതാണ് ഇത്. നമുക്ക് കൂടുതലായിട്ട് അടുത്ത വർഷം എനിക്ക് തോന്നുന്നത് കൂടുതൽ ഉണ്ടാവുന്നതാണ്. അബ്നോർമൽ സൈക്കോളജിയിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. ശരിക്കും ഷബ്ന ഇതിലെ കറക്റ്റ് ഈ ഒരു മൊത്തം 3 പാരഗ്രാഫിലുള്ള ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടോ. താങ്ക് യു. ഇതിലിവിടെ പറയുന്നുണ്ട് എന്താണ് ഇപ്പൊ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടോ, സ്കീസോഫ്രീനിയ നിങ്ങൾ പറഞ്ഞില്ലേനോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഇപ്പത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എല്ലാരും അതൊന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. അത് ബയോളജിക്കലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇപ്പം പ്രത്യേകിച്ച്. കാരണം വെച്ചാൽ മൾട്ടി ആയിട്ടാണ് അതിനുള്ള സിംറ്റംസ് കാണപ്പെടുക. കുറെ ഡിലീഷ്യസ് ആയിട്ട് കുറെ ആൾക്കാരെ ഹാലൂസിനേഷൻ ഉണ്ടാകും. പിന്നെ സംസാരത്തിൽ നമുക്ക് ഓർഗനൈസ് ആയിങ്ങാണ്ട് സംസാരിക്കാൻ കഴിയൂല, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടൂല സംസാരിക്കാന്. പിന്നെ ബിഹേവിയറലായിട്ട് പല പല പ്രോബ്ലംസ് ഉണ്ടാകും അങ്ങനത്തെ ആൾക്കാർക്ക്. അങ്ങനത്തെ അത് നമ്മൾ നല്ലോണം എല്ലാവരും നോക്കേണ്ടതാണത്. കാരണം ഇപ്പൊ ഫോണും അങ്ങനത്തെ ഒക്കെ സോഷ്യൽ മീഡിയാസ് കൂടുതലുണ്ടായതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്കും പിന്നെ 40-50 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വരെ, കാരണം ഫോൺ യൂസ് ചെയ്തിട്ട് അത്ര കാലമുള്ള ആയത്, നമ്മളൊരു ഏജ് ലെവൽ നോക്കിയാൽ മതിയല്ലോ.
അതെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ ഈ ഇത് നല്ലോണം ഉള്ളതാ സിംറ്റംസ്. അപ്പൊ അതൊന്ന് നോക്ക്, കാര്യമായിട്ടൊന്ന് പഠിക്കുന്ന നല്ലതാന്ന് എനിക്ക് തോന്നുന്നതിൽ. പേഴ്സണാലിറ്റി നല്ലോണം നമ്മൾ പറയില്ല ഡ്യുവൽ പേഴ്സണാലിറ്റി ആവുന്ന, അതെ. ഡ്യുവൽ പേഴ്സണാലിറ്റിക്കാളും ഇമ്പോർട്ടൻ്റ് ഇതാണ്, വ്യത്യസ്തമാണിത്. നല്ലോണം വ്യത്യാസമാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ആള് ഏതാ എങ്ങനത്താന്നൊന്നും. അത് നമ്മളെ ചുറ്റിലുള്ള ആളുകൾ ഇപ്പം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഓരോരുത്തർ എന്റെ മുമ്പിൽ ഓർമ്മ വന്നു കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. നമുക്ക് അയാള് ചിലപ്പോ നല്ല രീതിയിൽ പെരുമാറണം എന്ന് വിചാരിച്ചാലും ചിലപ്പോ അയാള് പിന്നെ ആ സ്ഥലത്ത് എത്തുമ്പോ അയാൾക്ക് അതൊന്നും ആയിരിക്കൂല പറയാ, പെരുമാറ്റമൊന്നും അതായിരിക്കൂല, അവർക്ക് തന്നെ പിടുത്തം കിട്ടാത്തൊരു ഇത് അല്ലേ? അതെ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കിപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി വിചാരിച്ചോളി, എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടെന്ന് വിചാരിച്ചോളി. അപ്പൊ ആക്സിഡന്റ് ആയിട്ട് ഞാന് ഒരു മിസ്ലീഡ് ആയിട്ട് ഞാൻ വണ്ടി ഓടിച്ചതാണ്, മിസ്കെയർ ആയിട്ട് ഓടിച്ചതാണ്. അപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് വന്നത്. എന്റെ ബാക്കിൽ ഒരാളുണ്ടായിരുന്നു ഇരുന്നിരുന്ന്. അപ്പൊ അയാൾക്ക് നല്ലോണം സാരമായിട്ട് പരിക്കേറ്റ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് മൈൻഡിൽ കോൺസെൻട്രേഷൻ കുറവയ്ക്കും, അറ്റൻഷൻ നമുക്ക് തീരെ കിട്ടൂല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ആണെങ്കിൽ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് തോന്നല് എന്തായിരിക്കും, അത് എന്നെ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ക്രൈമാണ്. ഞാന് അത് ആക്സിഡന്റലി ഉണ്ടായതാണെങ്കിലും അത് മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മാത്രമാണെന്ന് പറഞ്ഞ്, അത് പറയല് മാത്രല്ല, ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടറെ ഹാലൂസിനേറ്റ് ചെയ്യും. അവര് അവരുടെ സെൻസറി വെച്ചിട്ട് പോയിട്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാൻ തോന്നും. അവർക്ക് ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ കേൾക്കും സെൻസറി വെച്ചിട്ട്. ഈ മരിച്ചോ, അന്നെ കൊണ്ടാണ് അവര് മരിക്കാനായത്, അതുകൊണ്ട് ഈ മരിക്കന്നെ വേണം. അപ്പൊ ആ സമയത്ത് ഒരു സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഞാന് സൂയിസൈഡൽ അറ്റംപ്റ്റ് എന്താക്കും, സൂയിസൈഡൽ അറ്റംപ്റ്റ് ഞാൻ ശ്രമിക്കും എന്തായാലും. അപ്പൊ അങ്ങനെ അത്രത്തോളം ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പടുത്ത് വന്ന കേസിലൊക്കെ ഞാൻ കണ്ടത്. അള്ളാഹ് സമയം പോകുന്ന സോറി ട്ടോ. അല്ല, ഇത് നല്ലതല്ലേ, ഇതിനെ റിലേറ്റ് ചെയ്ത് പറയണ തന്നെയല്ലേ, എല്ലാവരുടെ മൈൻഡിലും കയറുമല്ലോ, പറഞ്ഞോ. ഒരു കേസ് ഇപ്പടുത്ത് എനിക്ക് വന്ന കേസാണ്. അതാണ് ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ആ കുട്ടിയുടെ വിചാരം, ആ കുട്ടി ഹസ്ബൻഡ് സ്കൂട്ടറിൽ നിന്ന് വീണതാണ്. അപ്പൊ ആ കുട്ടിയുടെ വിചാരം അവളടുത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാ വിചാരിച്ചിട്ട് അവൾ കഴുത്ത് ഷോളിൽ ചുറ്റിയിട്ട് ഒരു എക്സ്ട്രീം ലെവലിലായിട്ടാ വന്നത്. കാരണം അവള് എനിക്ക് എന്തായാലും മരിക്കണം, ഞാനാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ എന്ന് വെച്ചാല് അപ്പൊ എന്താ, എത്ര നമ്മള് കെയർ ചെയ്താലും അവള് പറയണ്ട, ചെവിന്റെ അകത്തുനിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മരിച്ചോ ഇന്റെ കൊണ്ട് മാത്രമാണ് ചെയ്തതെന്ന്. അപ്പൊ ഇങ്ങനത്തെ ഈ ഹാലൂസിനേഷനും ഈ ഡിലൂഷൻസും പിന്നെ എന്താ പറയാ ബിഹേവിയറൽ പ്രോബ്ലംസ്, ചില സമയത്ത് നല്ല നീറ്റിക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. പെട്ടെന്നേക്ക് ഒരു 4-5 ദിവസം ഡിപ്രസ്ഡ് ആയിട്ട് ഓളൊന്നും മിണ്ടില്ല, ഓള് റൂമിൽ വാതിൽ അടച്ചിരിക്കുക. ചില ആൾക്കാർ നിങ്ങളെ മനസ്സിൽ തന്നെ ഉണ്ടാകും, മിണ്ടാത്ത ആൾക്കാര്. അതുവരെ നമ്മളോട് സംസാരിച്ച ആളാണേ തോന്നൂല, അതുവരെ അങ്ങനെ ഒരു ആള് ഗ്രൂപ്പിലുണ്ടെന്നേ പിന്നെ തോന്നൂല. അങ്ങനത്തെ ഒരാളായി പോകും. പിന്നെ ചില സമയത്ത് ഭയങ്കര വൃത്തിക്കും, ഭയങ്കര ഹൈജീനായി ചെയ്യും, OCD പേഷ്യന്റ് പോലെ. അപ്പം അത്രത്തോളം മൾട്ടി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയെങ്കിൽ 2 പ്രോബ്ലം ആയാലും നമുക്ക് ചികിത്സ നമുക്ക് CBTയിലൂടെ ഒക്കെ ചെയ്യാം. ഇത് ഒരേ ടൈമിൽ എന്താ വരുന്നത്, മൾട്ടി പ്രോബ്ലംസാ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ അസുഖം നമുക്ക് ഇതില് വലിയൊരു പേഴ്സണാലിറ്റിയിലുള്ള ഇപ്പുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. അതെല്ലാവരും മസ്റ്റായിട്ട് നമുക്ക് നോക്കണം, നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് പഠിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയുന്നത്. ഈ ചെവിയില് പറയണത് പോലെ തോന്നാന്ന് പറഞ്ഞ സംഭവം അതിപ്പോ ഹൈ ലെവലിലാണ് ഇപ്പൊ ആ കുട്ടീന്റെ കേസ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മളൊക്കെ ഓരോരുത്തരൊന്നും ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വേണ്ടില്ലായിരുന്നു എന്നും തോന്നുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ അല്ലെ, നമുക്കിങ്ങനെ നമ്മളുള്ള തന്നെ ഒരാൾ പറയണ പോലെ തോന്നണമെന്നൊക്കെ പറയല്ലേ നമ്മള്, ഇങ്ങനെ അത് തെറ്റായി എന്നിങ്ങനെ ആ ഒരു തോന്നലിന്റെ ഹൈ ലെവലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതെ. ഈ ഹൈ ലെവലിൽ വരുമ്പോ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ അവര് മരിക്കണം അവർക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് മരിക്കാൻ അവർക്ക് പേടിയേക്കും, യഥാർത്ഥത്തിൽ പേടിയേക്കും. ആ സമയത്ത് അവരെല്ലാരെയും മരിപ്പിക്കാൻ നോക്കും. അവരിഷ്ടമുള്ള ആൾക്കാരെല്ലാരും കൂടി പോയാൽ നന്നാവില്ല. അങ്ങനത്തെ രീതിയിലായിരിക്കും ശ്രമിക്കുക. അപ്പൊ അതിന് ചില ആൾക്കാര് ഫോണ് കണ്ടിട്ട് ഇപ്പൊ കത്തിയോണ്ട് അമ്മനെ കുത്തിയെന്നോ അങ്ങനത്തെ ഒക്കെ ഓരോന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പറയുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ല.
നമ്മൾ വിചാരിക്കുക ആ കുട്ടീനെ കൊണ്ട് ഇത് വാങ്ങിയോണ്ട് മാത്രം, അതല്ല, കുറേ കാലമായിട്ടുണ്ടായിട്ടുള്ള പ്രഷറാണിത്. പേഴ്സണാലിറ്റി അത്രത്തോളം മാറിപ്പോയിന്ന്, അത്രത്തോളം മാറിപ്പോയിന്ന്. നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ടൈം കുറെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം മേ ബി നമ്മളെ മക്കൾക്കെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഷബ്ന. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. നമ്മൾ അറോസൽ തിയറിയോടുകൂടി എയ്സൻസിന്റെ തിയറി കംപ്ലീറ്റ് ആയി. 4 എണ്ണമായിരുന്നു നമ്മൾ പറഞ്ഞേ. 3 പറഞ്ഞു. എക്സ്ട്രോവേർഷനും അതുപോലെ ഇൻട്രോവേർഷനും 1, പിന്നെ സൈക്കോട്ടിസം, ഇമ്പൾസ് കൺട്രോള് 2ാമത്തത്, പിന്നെ ഇൻഹിബിഷൻ തിയറി പറഞ്ഞു എയ്സൻസിന്റെ, പിന്നെ 1 അറൗസൽ തിയറിയും പറഞ്ഞു അല്ലെ. അറൗസൽ തിയറിനെ കുറിച്ചാണ് ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇത് എല്ലാവരുടെ മൈൻഡിലും അവിടെ ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ ഈ പറഞ്ഞ ട്രേറ്റ് നമ്മുടെ മൂന്നാമത്തെ ആള് ഗിൽഫോർഡ്, അവരെ തിയറിനെ കുറിച്ച് ഷെബിന് എന്തായാലും ഇതിൽ പറയാനുണ്ടെങ്കിൽ വന്നിട്ട് പറയണം കേട്ടോ. ഓക്കെ, Guilford, another important psychologist who have tried to analyze and predict about personality on the basis of traits. Okay. നെക്സ്റ്റ് ഇതിൽ പറയണേ ഇൻഡിവിജ്വൽസ് യുണീക്ക് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ്, ഓരോ വ്യക്തികളുടെ യുണീക്ക് പാറ്റേൺ, അതിന്റെ തിയറിയാണ് പറയണത്. ഫോർ ഹിം ഈസ് എനി ഡിസ്റ്റിങ്വിഷബിൾ റിലേറ്റീവ് എൻഡ്യൂറിംഗ് വേ ഇൻ വിച്ച് വൺ പേഴ്സൺ ഡിഫേഴ്സ് ഫ്രം അനദർ. നമ്മൾ ഒരാളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആക്കുന്ന ആ ഒരു അതിനെ കുറിച്ചുള്ള തിയറിയാണ് പറയുന്നത്. ഇതില് ഗിൽഫേർഡ് ഒരു 7 മൊഡാലിറ്റീസ് പറയുന്നുണ്ട്. ട്രേറ്റിന്റെ 7 മൊഡാലിറ്റീസ് പറയുന്നുണ്ട്. 1 മോർഫോളജിക്കൽ ആണ്, 2 ഫിസിയോളജിക്കൽ ആണ്, 3 നീഡ്സ് ആണ്, 4 ഇൻട്രസ്റ്റ്, 5 ആറ്റിറ്റ്യൂഡ്സ് ആണ്, 6 ആപ്റ്റിറ്റ്യൂഡ്സ് ആണ്, പിന്നെ ലാസ്റ്റ് 7ാമത്തത് ടെമ്പറമെന്റ് ആണ്. The first 2 are the somatic traits. Last 5 are behavioral aspects of personality. First 2 മോർഫോളജിക്കലും ഫിസിയോളജിക്കലും, അത് സൊമാറ്റിക് ആണ്. നെക്സ്റ്റ് പിന്നെ ഉള്ള 5 എണ്ണം അത് ബിഹേവിയറൽ ആസ്പെക്റ്റിലൂടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഒന്ന് ചുരുക്കി വിവരിക്കുന്നുണ്ട് ഇതിൽ ഓരോന്നിനെ എടുത്തിട്ട്. നോക്കാം. ഫസ്റ്റ് 1 നമ്മൾ പറഞ്ഞു ഫിസിയോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ട്രേറ്റ്സ്, ആ 2 എണ്ണം. അതിനെ 2 ഒരുമിച്ചാണ് ഇതിൽ പറയുന്നത്. ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് ആൻഡ് മോർഫോളജിക്കൽ ട്രേറ്റ്സ് ടുഗദർ ആർ കോൾഡ് സൊമാറ്റിക് ട്രേറ്റ്സ്. ഇതിനെ 2 ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ട്രേറ്റ്സ്. ഇതില് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് റെഫേഴ്സ് ഫിസിക്കൽ ഫങ്ഷൻ സച്ച് ആസ് ഹെർട്ട് റേറ്റ്, ബ്രീത്തിങ് റേറ്റ്, ഹോർമോൺ ലെവല്, ബ്ലഡ് ഷുഗർ ആൻഡ് സോ ഫോർത്ത്. നമ്മളെ ഫിസിക്കൽ ട്രേറ്റ്സ് എങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്? ഫിസിക്കൽ ഫങ്ഷൻസ് വെച്ചിട്ടാണ്. ഹെർട്ട് റേറ്റ് പോലെ, ബ്രീത്തിങ് റേറ്റ്, ഹോർമോൺസ് ലെവല്, ബ്ലഡ് ഷുഗർ, സോ ഫോർത്ത് അല്ലെ. നെക്സ്റ്റ് മോർഫോളജിക്കൽ ട്രേറ്റ്സ് ഇതിന് അതർ ഹാൻഡ് റെഫർ ടു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് ഫിസിക് എങ്ങനെയാണ്, ഹെഡ് സൈസ് എങ്ങനെയാണ്, ലെങ്ത് ഓഫ് ഹാൻഡ് ആൻഡ് ലെഗ്, നമ്മൾ കൈയിന്റെ നീളം വലിയ പോലെ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ, അവിടെ തലയുടെ വലിപ്പം വലുതാണ് ചെറുതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മോർഫോളജിക്കൽ ട്രേറ്റ്സ് കണ്ടത്. അതുപോലെ സൈസ് ഓഫ് ഹിയർ, പിന്നെ കർവേച്ചർ ഓഫ് സ്പൈന്, ഇതൊക്കെ മോർഫോളജിക്കൽ ട്രേറ്റ്സിൽ വരുന്നതാണ്. ഇപ്പൊ ഫിസിയോളജിക്കൽ ട്രേറ്റ്സിൽ വരുന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഹെർട്ട് റേറ്റും ബ്രീത്ത് റേറ്റും ഇത്രയും ഓർത്ത് വെച്ചാൽ മതി, ഹോർമോൺ ലെവൽസ് ഒക്കെ. പിന്നെ മോർഫോളജിക്കൽ ട്രേറ്റ്സിൽ നമ്മൾ ഒന്ന് ഹെഡ് സൈസ്, പിന്നെ സൈസ് ഓഫ് ഇയർ, ഇങ്ങനെയൊക്കെ കുറച്ചെണ്ണം ഓർത്ത് വെച്ചാൽ ബാക്കി എക്സാമ്പിൾസ് നമ്മളെ മൈൻഡിലേക്ക് വരുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയണത് നീഡ്സ്, ഇൻട്രസ്റ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ് പറയുന്നത്. പേരുകൾ ഇതൊക്കെ ശരിക്കും പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് അവനവന്റെ ഇതിലേക്ക് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ, എക്സ്പീരിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റണുണ്ടാവും. നീഡ്സ്, ഇൻട്രസ്റ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നീഡ്സ് എന്താണ്?
Needs are to be a relatively permanent disposition that motivates that person towards certain condition. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോഴായിരിക്കും നമുക്ക് ഒന്നുകൂടി നമ്മളെ പ്രസ്റ്റീജിയസ് വൺ നീഡ്. നമ്മൾ പ്രസ്റ്റീജ് ഇഷ്യൂ ഭയങ്കരമാണല്ലോ എല്ലാവർക്കും. നമ്മളങ്ങനെ പറയില്ലേ, നമ്മളെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണത് ഞാൻ അതുകൊണ്ടാണ്. അപ്പോൾ നീഡ്സിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രസ്റ്റീജ് ആണ്. പ്രസ്റ്റീജ് ഈസ് വൺ നീഡ് ആൻഡ് ഇറ്റ് ഇൻസ്റ്റിഗേറ്റ്സ് ആക്ഷൻ ടുവാർഡ് ഗെറ്റിംഗ് സോഷ്യൽ പ്രസ്റ്റീജ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് സോഷ്യൽ പ്രസ്റ്റീജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നീഡ്സ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ടു ഗെറ്റ് ഫുഡ് ഈസ് എ നീഡ്. ഫുഡ് അതും ഒരു ഉദാഹരണമാണ് കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ, അതും ഒരു നീഡിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നീഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് പറഞ്ഞു. അതിൽ നീഡ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾസ് ഓർത്താൽ മതി, എന്നാൽ തന്നെ നമുക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് തന്നെ പറയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുമായിരിക്കും. നെക്സ്റ്റ് ഇൻട്രസ്റ്റ്സ് ആണ്. ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സൺസ് ജനറലൈസ്ഡ് ബിഹേവിയർ ടെൻഡൻസി ടു ബി അട്രാക്റ്റഡ് ബൈ സം സ്റ്റിമുലീസ്. പല സ്റ്റിമുലികളിലൂടെയും നമ്മൾ അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ബിഹേവിയറൽ ടെൻഡൻസി അല്ലെ, പൊതുവായിട്ടുള്ള ടെൻഡൻസി. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയണത് besides interest also refers to likely to perform some activities. All such interest contribute to causation of behavior. ഇതില് ഗിൽഫോർഡ് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇൻട്രസ്റ്റ്സ് ആർ ജനറൽ റാദർ ദാൻ സ്പെസിഫിക് ട്രേറ്റ്സ് ആൻഡ് വാല്യൂഡ് പോസിറ്റീവ്ലി റാദർ ദാൻ നെഗറ്റീവ്ലി. ഇപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടി നെഗറ്റീവിനേക്കാളും പോസിറ്റീവ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത് അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ളതിനേക്കാളും ജനറൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരാളെ അത് അവരുടെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ, നമ്മളെ ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് അതിലെ മൂന്നാമത്തത് ആറ്റിറ്റ്യൂഡ്സ്. നേരത്തെ നമ്മൾ വേറെ ഏതോ ഒന്നിൽ പറഞ്ഞു ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ട്രെൻഡാണ് ഇപ്പൊ കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെ. അതെന്താന്ന് നോക്കാം. ആറ്റിറ്റ്യൂഡ്സ് ആൾസോ ഇൻസ്റ്റിഗേറ്റ് ബിഹേവിയർ ആൻഡ് ദേ ആർ ഡിഫൈൻഡ് ആസ് എ ഡിസ്പൊസിഷൻ ടു ഫേവർ ഓർ നോട്ട് ടു ഫേവർ എ സോഷ്യൽ ഒബ്ജക്റ്റ് ഓർ സോഷ്യൽ ആക്ഷൻ. ഇതില് സിൻസ് ആറ്റിറ്റ്യൂഡ്സ് ഇൻവോൾവ്സ് ബിലീവ് ഫീലിംഗ്സ് ആൻഡ് ആക്ഷൻസ്, therefore they are cognitive, affective and conative too. ഇതിൽ വൺസ് വ്യൂ അബൌട്ട് പ്രീമാരിറ്റൽ സെക്സ് ഉദാഹരണം പറയുന്നുണ്ട് കേട്ടോ. ഡിവോഴ്സ് ആൻഡ് ഈക്വൽ റൈറ്റ് ടു വുമൺ ക്യാൻ ബി ദ എക്സാമ്പിൾ ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഒരു ആറ്റിറ്റ്യൂഡിന് എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രീമാരിറ്റൽ സെക്സ്, ഒന്ന് ഡിവോഴ്സ്, ഒന്ന് ഈക്വൽ റൈറ്റ് ടു വുമൺ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഈക്വൽ റൈറ്റ് ടു വുമൺ എടുക്കുകയാണെങ്കിൽ ഓരോ ആളുകൾക്കും ഇതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ലേഡീസിൽ തന്നെയാണെങ്കിൽ ഇത് എന്താ പറയാ, ഈക്വൽ റൈറ്റ് വേണം എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ ഈക്വൽ റൈറ്റ് വേണം, പക്ഷെ അത് എല്ലാ കാര്യത്തിലും നല്ല, അത് ആവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ മതി എന്ന് പറയുന്നവരുണ്ടാവും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലെ. ഡിവോഴ്സിനെ കുറിച്ചാണെങ്കിലും പ്രീമാരിറ്റൽ സെക്സിനെ കുറിച്ചാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡിന് പറയണത് എന്താണെന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡും 3 എണ്ണമായിട്ട് പറയണത് കേട്ടോ. 3 എണ്ണമായിട്ട് പ്രൈമറി ആപ്റ്റിറ്റ്യൂഡ്സിനെ 3 പ്രൈമറി ആപ്റ്റിറ്റ്യൂഡായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പെർസെപ്ഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, ഒന്ന് സൈക്കോമോട്ടോർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പിന്നെ ലാസ്റ്റ് വൺ ഇന്റലിജൻസ്. ഇതില് പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ വേരിയസ് സെൻസ് മോഡാലിറ്റീസ്, include factors like visual, auditory, kinesthetic sensitivity. നമ്മളെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതില് 3 എണ്ണമാണ്. പെർസെപ്ച്വൽ, അതിലൊന്നാണ് പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ്. അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. വിഷ്വലി അല്ലെങ്കിൽ ഓഡിറ്ററിയോ കൈനസ്തെറ്റിക്കലിയോ നമ്മൾ സെൻസിറ്റീവ് ചെയ്ത വേരിയസ് സെൻസ് ഓഫ് മൊഡാലിറ്റീസ് ആണ് പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സൈക്കോമോട്ടോർ. ഇത് അബിലിറ്റീസ് ആണ് ബൈ ഫിസിക്കൽ എഡ്യൂക്കേറ്റേഴ്സ്. ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ ഇതിൽ പറയുന്നത് ഡാൻസ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് അത്ലറ്റിക് കോച്ചസ് ഒക്കെ, ഇവർക്ക് സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ ഹ്യൂമൻ എഞ്ചിനീയേഴ്സ്, അവർക്കും ഈ സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ്സ് കൂടുതൽ വേണം. കാരണം അവര് ഡിസൈൻ ചെയ്യുന്ന മെഷീൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ആ രീതിയിൽ അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ് അവരിൽ കൂടുതലായിട്ട് വേണം, എങ്കിലേ അത് പറ്റുമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇന്റലിജൻസ് ആണ് മൂന്നാമത്തത്. അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇതില് ഒറിജിനലി there were 5 categories of operational and 6 categories of, ഒരു മിനിറ്റ്, ഇതില് എന്താ പറയാ, there were 5 categories of operation and 6 categories of product and 4 categories of content ഉണ്ട് ഈ മോഡലില്. 6 പ്രൊഡക്റ്റ് മോഡൽ കാറ്റഗറി ഉണ്ട്. അതുപോലെ 4 കണ്ടന്റ് കാറ്റഗറി ഉണ്ട്. അതുപോലെ അങ്ങനെ അതുപോലെ 5 ഓപ്പറേഷൻ കാറ്റഗറീസും ഉണ്ട്. ഈ 5 × 6 × 4 എന്ന് വെച്ചിട്ട് 120 ഫാക്ടേഴ്സ് ആണ്, 120 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് ആണ് ഇന്റലിജൻസിനുള്ളത്. പിന്നെ അവരുടെ അത് ലാസ്റ്റ് ടൈമിൽ അവര് അതിനെ ഒന്നുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഈ 120 എന്നുള്ളതിനെ 180 എബിലിറ്റീസ് ആക്കി, ഫാക്ടേഴ്സ് ആക്കി മാറ്റി, എബിലിറ്റീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആക്കി മാറ്റി. അതിൽ ആഡ് ചെയ്യപ്പെട്ടത് 6 എന്നുള്ള 6 when he raised the categories of operation from 5 to 6. 5 ആയിരുന്നു നമ്മൾ ഓപ്പറേഷൻ കാറ്റഗറീസ്, 5 ഓപ്പറേഷൻ കാറ്റഗറീസ് എന്നായിരുന്നു പറഞ്ഞത്. അതിനെ 6 ആയിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, ഒന്നുകൂടെ ആഡ് ചെയ്തു. അതെങ്ങനെ ആഡ് ചെയ്യപ്പെട്ടത് എന്ന് വെച്ചാൽ ഡിവൈഡിങ് വൺ ഓഫ് ദ കോമ്പണന്റ് ഓഫ് ഓപ്പറേഷൻ, അതിലെ ഒരു കോമ്പണന്റിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് 2 എണ്ണാക്കിയത്. അങ്ങനെ ആ 5 എന്ന് പറഞ്ഞത് 6 ആയി. പിന്നെ കണ്ടൻസിലെ 4 ഉണ്ടായിരുന്നതിനെ 5 ആക്കി, ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ടോട്ടല് അത് 6 × 6 × 5 = 180 എന്ന ലെവലിലേക്കായി. 120 ഫാക്ടേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതിനെ പിന്നീട് അദ്ദേഹം 180 ഫാക്ടേഴ്സ് ആക്കി മാറ്റിയെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിലെ ലാസ്റ്റ് വണ്ണാണ് ടെമ്പറമെന്റ്. ഇതിലെന്തെങ്കിലും ഷബ്ന കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആഡ് ചെയ്ത് പറയാനുണ്ടോ? ഷബ്ന പോയോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാന്നല്ല, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? മറ്റുള്ളവർക്ക് ഒന്നുകൂടി അത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊന്നുകൂടെ മനസ്സിലാകുന്നുണ്ട്. ഇല്ല, അതന്നെയാണല്ലേ കിനസ്തെറ്റിക്കും പറഞ്ഞ കറക്റ്റ് ആണ് പറഞ്ഞൊക്കെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടെമ്പറമെന്റ്. ടെമ്പറമെന്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗിൽഫോർഡ്, ടെമ്പറമെന്റ് refers to the manner in which the individual perform a behavior. ഒരാളുടെ ആ ഒരു ബിഹേവിയർ ആണ് അല്ലെ. whether a person is impulsive, tolerant, deliberate or critical in his or her behavior. അവരുടെ ബിഹേവിയറിൽ അവര് ഇമ്പൾസീവ് ആണോ, ടോളറന്റ് ആണോ, ഡെലിബറേറ്റ് ആണോ, ക്രിട്ടിക്കൽ ആണോ, അങ്ങനെയാണെങ്കിൽ ഇസ് ഓൾ ഇൻഡിക്കേറ്റീവ് ഓഫ് ദ പേഴ്സൺസ് ടെമ്പറമെന്റ്. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത്, ആ പേഴ്സന്റെ ടെമ്പറമെന്റ് ആയിട്ട്. ഇതില് ഒരു വെരി പോപ്പുലർ ആയിട്ടുള്ള ഒന്ന് പറയാനുണ്ട്, GZTS എന്നുള്ളത്. അതിന്റെ ഫുൾ എന്താന്ന് ചോദിച്ചാല് ഗിൽഫോർഡ് സിമ്മർമാൻ ടെമ്പറമെന്റ് സർവേ ആണ്.
ഓക്കെ, അതിന് ഒന്നുകൂടെ വിശദമായിട്ട് ഇതിൽ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഈ GZTS assesses 10 bipolar traits of temperament. ഇത് അസസ് ചെയ്യണത് ഒരു 10 ബൈപ്പോളാർ ട്രേറ്റ്സുമായിട്ടാണ്. അതിൽ പറയുന്നുണ്ട് 10 ഏതാണെന്ന് നോക്കാം നമുക്ക്. ജനറൽ ആക്ടിവിറ്റി വേഴ്സസ് ഇനാക്ടിവിറ്റി, അതിനെ G എന്നാണ് അതിന്റെ ഷോർട്ടായിട്ട് പറയണത്. നെക്സ്റ്റ് റിസ്ട്രെയിൻഡ് വേഴ്സസ് ഇമ്പൾസീവ്നെസ്, അസെൻഡൻസ് ആൻഡ് വേഴ്സസ് സബ്മിസീവ്നെസ്. നെക്സ്റ്റ് സോഷ്യബിലിറ്റി വേഴ്സസ് ഷൈനെസ്. നെക്സ്റ്റ് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേഴ്സസ് ഡിപ്രഷൻ. എല്ലാം ഓരോന്നിനും ഒന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് പറയണത്. നെക്സ്റ്റ് ഒബ്ജക്റ്റിവിറ്റി വേഴ്സസ് സബ്ജക്റ്റിവിറ്റി. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫ്രണ്ട്ലിനെസ് വേഴ്സസ് ഹോസ്റ്റിലിറ്റി. വേറൊന്ന് തോട്ട്ഫുൾനെസ് വേഴ്സസ് അൺറിഫ്ലക്റ്റീവ്നെസ്. വേറൊന്ന് പേഴ്സണൽ റിലേഷൻസ് വേഴ്സസ് ക്രിട്ടിക്കൽനെസ്. ലാസ്റ്റ് വണ്ണ് മാസ്കുലിനിറ്റി വേഴ്സസ് ഫെമിനിറ്റി. ഇതാണ് 10 ബൈപ്പോളാർ ട്രേറ്റ്സ് എന്തിന്റെ? ടെമ്പറമെന്റിന്റെ. ഈ GZTS അസസ് ചെയ്യണ 10 ബൈപ്പോളാർ ട്രേറ്റ്സ് ആണ്, ടെമ്പറമെന്റിന്റെ 10 ബൈപ്പോളാർ ട്രേറ്റ്സ് ആണ് ഈ പറഞ്ഞതൊക്കെ. നമ്മളെ ചാപ്റ്ററിൽ അത് ആ ഒറ്റ പാരഗ്രാഫിൽ കംപ്ലീറ്റ് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫില് ഗിൽഫോർഡ് ഹാസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് there are 3 levels of trait generally. പൊതുവായിട്ട് 3 ലെവൽ ഓഫ് ട്രൈറ്റ് ആണുള്ളത്. ഒന്ന് ഹെക്സിക് ലെവല്, രണ്ടാമത്തെ പ്രൈമറി ട്രൈറ്റ് ലെവല്, മൂന്നാമത്തേത് ടൈപ്പ് ലെവല്. ഇതിൽ ഹെക്സിക് ട്രൈറ്റ് ഈസ് ഡിസ്പ്ലേഡ് ബൈ ദ പേഴ്സൺ ഓൺലി ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻ. ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ മാത്രമാണ് അതിനെ ഡിസ്പ്ലേ ചെയ്യണത് ആ വ്യക്തി. അതാണ് ഹെക്സിക് ട്രൈറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്, മോഹൻ ഹു ഈസ് ജനറലി ഷൈ ആൻഡ് ഡിസേർവ്ഡ് പേഴ്സൺ മേ ഷോ ഡൊമിനൻസ് ആൻഡ് അഗ്രസീവ് ബിഫോർ ഹിസ് ഫ്രണ്ട്സ് ഫോർ വിന്നിങ് ദ കോമ്പറ്റീഷൻ. ഇവിടെ മോഹൻ എന്ന് പറഞ്ഞ പൊതുവെ അയാള് ഷൈ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇത് നടക്കുമ്പോൾ, ഒരു കോമ്പറ്റീഷനൊക്കെ നടക്കുകയാണെങ്കിൽ അതിൽ അപ്പൊ അയാളൊന്ന് ഉഷാറാവും. അപ്പൊ ആ ഒരു താൽക്കാലിക നേരത്തേക്ക് ഡിസ്പ്ലേ ചെയ്ത ഒരു ഇതാണ് ഹെക്സിക് എന്നാണ് പറഞ്ഞിട്ട്, ഹെക്സിക് ട്രേറ്റ്. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തത് പ്രൈമറി ട്രേറ്റ്സ് ആണ്. പ്രൈമറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാല് പ്രൈമറി ട്രേറ്റ്സ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ബ്രോഡർ റേഞ്ച് ഓഫ് ബിഹേവിയർ ദാൻ ആർ ഹെക്സിക് ട്രേറ്റ്സ്. ഹെക്സിക് ട്രേറ്റ്സിനെക്കാട്ടിലും ഒരു ബ്രോഡർ റേഞ്ചിലാണ് ഈ ഒരു ബിഹേവിയർ വരിക. എക്സാമ്പിൾ ഇതിന് പറയുന്നുണ്ട്, വെൻ ശ്യാം ഷോസ് ഡൊമിനൻസ് ആൻഡ് അഗ്രഷൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ഹിസ് ബിഹേവിയർ. അയാളുടെ കൂടുതൽ ടൈമിൽ അയാളുടെ സ്വഭാവത്തിൽ അയാളെ ഡൊമിനൻസും അഗ്രഷൻസും ഒക്കെയാണ് കാണിക്കുന്നത്. ഇറ്റ് മീൻസ് ദീസ് 2 ആർ ഹിസ് പ്രൈമറി ട്രേറ്റ്സ്. അതാണ് അയാളെ പ്രൈമറി ട്രേറ്റ്സ് എന്ന് പറയും. നമ്മൾ പറയല്ലോ ഒരാളെ അതാണ് അയാളെ പിന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു ഇതാണ്, പക്ഷെ അത് ആ സമയത്ത് അങ്ങനെ കൂടിയെന്നേ ഉള്ളൂ, അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയല്ലോ. അപ്പൊ ആ സ്വാഭാവികമായിട്ട് അയാളെ സ്വഭാവം അതാണ്, കൂടുതൽ ടൈമുള്ള ആ ഒരു സ്വഭാവം അതാണ് എന്നൊക്കെ പറയല്ലോ നമ്മൾ. അതാണ് പ്രൈമറി ട്രേറ്റ്സ് എന്നാ പറയുന്നത്. ഇതില് വേറൊരു കാര്യം പറയുന്നുണ്ട് ലാസ്റ്റ് പാരഗ്രാഫില്, നോക്കാം. Thus, types are composed of primary traits which have positive intercorrelations. An extroverted type, for example, may be recognized through observation of high correlation among the primary traits of sociability, social orientation toward external reality, impulsiveness, love for contacting other people, tolerance for പെയിൻ. ഇപ്പോൾ എക്സ്ട്രോവർട്ട് ടൈപ്പ് ആളുകൾ കൂടുതലും ഇല്ലേ, നമ്മൾ പെട്ടെന്ന്
പെട്ടെന്ന് അയാൾ എല്ലാ സ്ഥലത്തും ചാടിക്കേറി എത്തും അല്ലെ, ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പം അയാള് നമ്മൾ എക്സ്റ്റേണലി അയാൾ എന്തൊക്കെ കാണിക്കുന്നതായിരിക്കും കാണുന്നത്, നമ്മള് ഇമ്പൾസീവ്നെസ് ആയിരിക്കും, ലവ് ഫോർ കോണ്ടാക്ടിങ് അതർ പീപ്പിള്, പിന്നെ ടോളറൻസ് ഫോർ പെയിൻ ആയിരിക്കും അയാള്. ഓക്കെ, അപ്പോ നമ്മൾ ഇത് പറഞ്ഞത് നമ്മളെ പ്രൈമറി ട്രേറ്റ്സിലാണ്. അപ്പൊ ഒരാളുടെ പ്രൈമറി ട്രേറ്റ്സ് തന്നെയാണ് എന്ത്, എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഒക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ പൊതുവെ അയാൾ അങ്ങനെയാണെന്ന് പറയല്ലോ, അയാളുടെ സ്വഭാവം പൊതുവെ അങ്ങനെയാണ്. പിന്നെ ആ ഒരു സ്പെസിഫിക് ടൈമിൽ മാറി എന്ന് പറയല്ലോ, ആ സ്പെസിഫിക് ടൈമിൽ മാറുന്നതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉള്ള ആ ഒരു സംഭവം. ഫസ്റ്റ് പറഞ്ഞ എക്സിക്ക്, അതാ ഒരു ചില സമയങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമാണ്. എന്നാല് പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടുള്ളതും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് വണ്ണാണ് 5 ഫാക്ടർ മോഡൽ. ഷബ്ന, മറ്റതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ നമ്മളെ ഗിൽഫോർഡിന്റെ ഇതില്? ഓക്കെ, ഓക്കെ, ലാസ്റ്റ് വൺ മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് കുറച്ചും കൂടി കിട്ടുമ്പോൾ ക്ലിയർ ആവുള്ളൂ. ബുക്കിലുള്ള അത്യാവശ്യമൊക്കെ ഞാൻ വായിച്ചിട്ട്. അതെ അതെ, അത്ര ഇപ്പം മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു സംഭവം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നാണ്, 5 ഫാക്ടർ മോഡൽ അല്ലേ? അതെ അതെ. ഇത് ശരിക്കും ഈ 5 ഫാക്ടർ മോഡലിലെ 5 ഫാക്ടേഴ്സിനെ ഓഷ്യൻ എന്നുള്ള ഒരു ഇതില് എന്താ പറയാ ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഈ 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്ററിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ഓഷ്യൻ എന്നാക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഓഷ്യൻ എന്ന് പറഞ്ഞാല് വലിയതാണല്ലോ എന്ന്. അപ്പൊ ഇതിലൊരു വലിയ സംഭവമാണ് ഈ 5 ഫാക്ടർ മോഡൽ. ഞാനിത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായതും ഇത് ഓർത്ത് വെക്കാൻ ഞാൻ എന്റെ മൈൻഡിൽ ഒന്ന് ഓർത്തതും അതാണ്. ഈ 5 ഫാക്ടർ മോഡൽ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതിനൊരു ഓഷ്യൻ ആയിട്ട് കണക്കാക്കുക. ഇതിലെ ഈ 5 ഫാക്ടേഴ്സിനെ നമുക്ക് ഓഷ്യൻ എന്നുള്ള OCEAN എന്നുള്ള ആ ലെറ്റേഴ്സ് കൊണ്ടാണ് ഇതിന്റെ ഈ 5 ഫാക്ടേഴ്സിന്റെ ആദ്യ ലെറ്റേഴ്സ് അതാണ്. ആ ആദ്യ ലെറ്റേഴ്സ് ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഓഷ്യൻ എന്നുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം 5 ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത് കേട്ടോ. നല്ലൊരു കാര്യമായിട്ടത് അങ്ങനെ ആക്കി വെച്ച് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇത് ഒന്ന് എക്സ്ട്രാവേർഷൻ ആണ്, അതാണ് ഇ. ആ ഓർഡറിൽ തന്നെ പറയുകയാണെങ്കിൽ ഇ എന്നുള്ളത് എക്സ്ട്രാവേർഷൻ. പിന്നെ ന്യൂറോട്ടിസം എന്നുള്ളതാണ് N. കോൺസ്യൻഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിൽ, അതാണ് C. പിന്നെ ഒന്ന് അഗ്രിയബിൾനെസ് ആണ്, അതാണ് A. പിന്നെ ഓപ്പൺനെസ്, അതാണ് O. ഇത് ഈ ഒരു ഓർഡറിൽ നമ്മളെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഓഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്നും ഓപ്പൺനെസ്, O എന്നുള്ളത് ഓപ്പൺനെസ്, C എന്നുള്ളത് കോൺസ്യൻഷ്യസ്നെസ്, പിന്നെ E എന്നുള്ളത് എക്സ്ട്രാവേർഷന്, A എന്നുള്ളത് അഗ്രിയബിൾനെസ്, N എന്നുള്ളത് ന്യൂറോട്ടിസം. നമ്മളെ ബുക്കിൽ തന്നെ ആ ഒരു വാക്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓഷ്യൻ എന്നുള്ളത്. ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ബിഗ് 5 dimensions can be reordered to spell out the word ocean എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. എക്സ്ട്രാവേർഷൻ, ഇതൊന്നും ഇനി അധികം വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എക്സ്ട്രാവേർഷൻ എന്നുള്ളതിൽ ഇൻട്രാവേർഷനും കൂടി പറയുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇതില് എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പം ദിസ് ഫാക്ടർ, ഈ ഒരു ഫാക്ടർ അസസ് ദ ക്വാളിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ. ആ ഒരു പേഴ്സന്റെ ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷനിലെ ക്വാളിറ്റിയും ഇന്റൻസിറ്റിയും അസസ് ചെയ്യുന്ന ഫാക്ടറാണ് എക്സ്ട്രാവേർഷൻ. ഈ ഫാക്ടറിൽ ഹൈ സ്കോറർ ആയിട്ടുള്ള ആളുകള് സോഷ്യബിൾ ആയിരിക്കും, പിന്നെ ആക്റ്റീവ് ആയിരിക്കും, ടോക്കേറ്റീവ് ആയിരിക്കും, ഒരു പേഴ്സൺ ഓറിയന്റഡ് ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സ്ട്രോവർട്ട് ഫൺ ലവിങ് ആയിരിക്കും, അഫെക്ഷനേറ്റ് ആയിരിക്കും ഒക്കെ. പിന്നെ ഇതില് ഈ ഒരു ഫാക്ടറില് അതില് അയാള് ലോ സ്കോറുള്ള ആളാണെങ്കിൽ അയാളുടെ ക്യാരക്ടർ എന്തായിരിക്കും? അയാളൊരു റിസർവ്ഡ് പേഴ്സൺ ആയിരിക്കും, പിന്നെ ടാസ്ക് ഓറിയന്റഡ് ആയിരിക്കും, പിന്നെ റിട്ടയറിങ് ആൻഡ് ക്വയറ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രോവേർട്ടഡ് ആണ് ഇതിലെ ഹൈ സ്കോർ ചെയ്യണേ. ഈ എക്സ്ട്രാവേർഷൻ എന്നതിൽ നമ്മൾ പറഞ്ഞല്ലോ ക്വാളിറ്റിയും ഇന്റൻസിറ്റിയും ആണ് നോക്കുന്നത്. അപ്പൊ ഹൈ സ്കോർ ചെയ്ത് നിൽക്കുന്ന ആള് എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ലോ സ്കോർ ചെയ്ത് നിൽക്കുന്ന ആള് ഇൻട്രോവേർട്ടും ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇതിൽ രണ്ടാമത്തത് ന്യൂറോട്ടിസം. ന്യൂറോട്ടിസത്തിൽ പറയണത് ഈ ഫാക്ടർ അസസ് ചെയ്യണത് അഡ്ജസ്റ്റ്മെന്റും അതുപോലെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ്. ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് കഴിയും, ചിലര് ഇമോഷണലി ഇൻസ്റ്റെബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. പേഴ്സൺസ് ഹൈ ഓൺ ന്യൂറോട്ടിസം, ഈ ന്യൂറോട്ടിസത്തില് ഹൈ ആയി നിൽക്കുന്ന ആളുകള് പ്രോൺ ടു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്. Such persons tend to experience negative emotions and rare characterized by being moody. അപ്പൊ അങ്ങനെയുള്ള ഹൈ ആയിട്ട് നിൽക്കുന്ന ആളുകൾ മൂഡി ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, നെർവസ് ആയിരിക്കും, ഇൻസെക്യൂർ ആയിരിക്കും. ഓക്കെ, അത് ലോ സ്കോർ ചെയ്യുന്ന ആള്, ഈ ന്യൂറോട്ടിസം ലോ സ്കോർ ചെയ്യുന്ന ആള്, കുറഞ്ഞ സ്കോർ ചെയ്യുന്ന ആളുകള് ഇതില് അവര് കാം ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും, അൺഇമോഷണൽ ആയിരിക്കും. ഓക്കെ, പിന്നെ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, ഈ ഫാക്ടറാണ്, ഈ ന്യൂറോട്ടിസം എന്നുള്ള ഫാക്ടറാണ് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പീപ്പിൾ ഹു ആർ ഇമോഷണലി സ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ. ഇമോഷണലി സ്റ്റേബിൾ ആരാണ്, ഇമോഷണലി അൺസ്റ്റേബിൾ ആരാണ് എന്ന് തരംതിരിക്കുന്നത് ഈ ഒരു ഫാക്ടറാണ്, ന്യൂറോട്ടിസിസം എന്നുള്ള ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് വണ് കോൺഷ്യൻഷ്യസ്നെസ്. അതൊരിത്തിരി കടുകട്ടിയാണ് അല്ല വാക്ക്. കോൺഷ്യൻഷ്യസ്നെസ്. ഓക്കെ, ഈ ഫാക്ടർ മെയിൻലി അസസ് ചെയ്യുന്നത് പേഴ്സൺസ് ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ, പെർസിസ്റ്റൻസ്, അതുപോലെ മോട്ടിവേഷൻ ഇൻ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ഒരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ അല്ലെങ്കിൽ പെർസിസ്റ്റൻസ്, ഇങ്ങനെ ഒരു ആ ഒരു പേഴ്സണിന്റെ അതിലൊക്കെ ഉള്ള ഒരു ഡിഗ്രി എന്താണ്, അതാണ് അസസ് ചെയ്യണത് ഈ കോൺഷ്യൻഷ്യസ്നെസ്. ഓക്കെ, കൃത്യത എന്നും കൂടി പറയാം അതിന്. കോൺഷ്യസ്നെസ് കൃത്യമായിട്ട് എന്ന് വെച്ചാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവില്ലേ ഒരു വ്യക്തിയുടെ, എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരു ഉത്തരവാദിത്വം, ഒരു ആത്മനിയന്ത്രണവും, കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള നിർണയിക്കാനൊക്കെ ഉള്ള ഒരു ക്രമബദ്ധത കാണിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇതിൽ. ഒരു സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഗുഡ്. ഇതിൽ അത് പറയുന്നുണ്ട് കേട്ടോ അടുത്ത ലൈൻസിൽ. ഡിപ്പെൻഡബിൾ ആണ്, അതുപോലെ ഓർഗനൈസ്ഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, റെസ്പോൺസിബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഗുഡ്. ഓക്കെ, താങ്ക് യു. അത് പറയുന്നുണ്ട്. അപ്പൊ ഇതില് കുറവുള്ള ആളുകളാണെങ്കിലോ അൺഡിപ്പെൻഡബിൾ ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലാസി ആയിരിക്കും, ഇമ്പൾസീവ്നെസ്. അപ്പൊ കോൺഷ്യൻഷ്യസ്നെസിന്റെ ഒരു കൃത്യത ഓർത്ത് വെക്ക അല്ലെ. അതെ. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും? ഇത് ഈ 5 എന്തിനാന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഈ ഒരു 5 കാര്യം പറഞ്ഞില്ല, അത് എന്തിനാന്ന് മനസ്സിലായോ? എന്ന് വെച്ചാൽ ബിഗ് 5 എന്നാണ് നമ്മൾ ഇതിന് പറയാ. അത് വെച്ചാൽ 5 ഫാക്ടർ മോഡൽ എന്ന് പറഞ്ഞാല് ഈ മനുഷ്യരുടെ പേഴ്സണാലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള, പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. മെത്തേഡുകളിൽ ഒന്നാണ്. അപ്പൊ എങ്ങനത്തൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞതിൽ, ഇപ്പോ നിങ്ങൾ പറഞ്ഞതില് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ആയിക്കാണ്ടല്ലോ പറഞ്ഞത്. ഒരാള് ഇന്ന കാറ്റഗറിയിലാക്കാം, അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കാം. എന്ന് വെച്ചാൽ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ നേർക്ക് സംസാരിക്കാത്ത ആൾക്കാർ നമ്മൾ ഇൻട്രോവേർട്ടിലേക്ക് ആക്കാം, അല്ലാത്തത് എക്സ്ട്രോവേർട്ടിലേക്ക് ആക്കാം എന്നുള്ള രീതിയിൽ ഇതില് എക്സ്ട്രാവേഷനിൽ പറഞ്ഞേ, എക്സ്ട്രാവേഷനിലെ കാര്യം പറഞ്ഞേ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളെ ഈ പേഴ്സണാലിറ്റിയെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനുള്ള ബിഗ് 5 എന്ന് പറഞ്ഞുള്ള സൈക്കോളജിക്കൽ മെത്തേഡ്, അതാണ് മോഡൽ. അതെ, 5 ഫാക്ടർ മോഡൽ എന്നുള്ളതിന് ബിഗ് 5 ഡൈമെൻഷൻസ് എന്നും പറയുന്നുണ്ട്. ഡൈമെൻഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുക. ഒരാളെ പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള സൈക്കോളജിക്കൽ മോഡൽ ആണിത്. അത്ര ലളിതമായിട്ടും പ്രശസ്തമായിട്ടുള്ള. അത് പറയുന്നുണ്ട് നമ്മളെ ലാസ്റ്റിൽ ഇതിന്റെ ഒരു
പാരഗ്രാഫിൽ പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ടോ. ബിഗ് 5 ഡയമെൻഷൻ ഗോൾഡ്ബർഗിന്റെ അല്ലെ, ഗോൾഡ്ബർഗാണ് ഇത് ഇതാക്കിയത്. ഇതിനെ ആ ഒരു പേരിട്ട്, ഈ ക്വസ്റ്റ്യനെയറിന് പേരിട്ടത് ട്രാൻസ്പെറന്റ് ബൈപ്പോളാർ ഇൻവെന്ററി എന്നാണ് പറയുന്നത്. TBI, ബൈപ്പോളാർ ഇൻവെന്ററി. അപ്പൊ നമ്മൾ ഇതിലെ 3 പറഞ്ഞു. ഈ 5 ഫാക്ടേഴ്സ് മോഡലിലെ 3 പറഞ്ഞു, 5-ലെ 3 പറഞ്ഞു കഴിഞ്ഞു. 1 എക്സ്ട്രാവേർഷൻ, 2 ന്യൂറോട്ടിസം പറഞ്ഞു, 3 കോൺഷ്യൻഷ്യസ്നെസ്, 4-മത്തത് അഗ്രിയബിൾനെസ്. അഗ്രിയബിൾനെസ്സിൽ പറയുന്ന പേഴ്സൺസ് ക്വാളിറ്റി ഓഫ് ഇന്റർപേഴ്സണൽ ഓറിയന്റേഷൻ റേഞ്ചിങ് ഫ്രം കമ്പാഷൻ ടു ആന്റോഗണിസം ഇൻ തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ആക്ഷൻ. ഇതിലൊക്കെ ഉള്ള ആ ഒരു പേഴ്സന്റെ ആ ഒരു ക്വാളിറ്റി. ഹൈ സ്കോർ ആയിട്ടുള്ള ആളുകള് ഇതില് സോഫ്റ്റ് ഹേർട്ടഡ് ആയിരിക്കും, പിന്നെ ഗുഡ് നാച്ചുർഡ് ആയിരിക്കും, ട്രസ്റ്റിംഗ് ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഹൈ സ്കോർ ആയിട്ടുള്ള ആള്. അഗ്രിയബിൾനെസ് ഹൈ ആയിട്ടുള്ള ആളുകള് സോഫ്റ്റ് ഹേർട്ടഡും ഗുഡ് നാച്ചുറൽ ആയിരിക്കും, ട്രസ്റ്റിംഗ് ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും, പിന്നെ ഫോർഗിവിങ് ആയിരിക്കും. എന്നാൽ ഇതിലെ ലോ സ്കോറുള്ള ആളുകള് എന്തായിരിക്കും? സസ്പീഷ്യസ്, അൺകോപ്പറേറ്റീവ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, മാനിപ്പുലേറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഷബ്ന പറഞ്ഞതും കൂടി വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണുണ്ടാവും. നമ്മളെ വ്യക്തിത്വം അളക്കാനുള്ള സംഭവങ്ങളാണ് ഈ 5 ഫാക്ടേഴ്സ്. അപ്പൊ ഇതൊക്കെ നമ്മളോട് പല ക്വസ്റ്റ്യനെയറിലൂടെയൊക്കെയാണ് ഇത് അളക്കല്ലോ. അപ്പോൾ അത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണെന്നുള്ള ഉത്തരം നൽകുമ്പോൾ ഇവര് അത് ഹൈ ആണെങ്കിൽ അതിനെ ഈ അഗ്രിയബിൾനെസ് ഹൈ ലെവലിലേക്ക് ഇടും. അത് കുറവാണെങ്കിൽ അഗ്രിയബിൾനെസ്സിൽ നമ്മൾ ലോ ലെവലാണെന്ന് കണക്കാക്കും. ഇങ്ങനെ ഈ 5 ഹൈ ആണോ ലോ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടും എന്നൊക്കെ കണക്കാക്കപ്പെടും. ഓക്കെ, ഇതിലെ ലാസ്റ്റ് 5-മത്തത് ഓപ്പൺനെസ്. ദിസ് ഫാക്ടർ അസസ് proactive seeking and appreciations of experience for its own sake, as well as tolerance for an exploration for the something new and unfamiliar. ഹൈ സ്കോർ ഉള്ള ആളുകൾ ഇതില് ഗുഡ് നാച്ചർ ആയിരിക്കും, വാം ആയിരിക്കും, സിമ്പത്തറ്റിക് ആയിരിക്കും, കോപ്പറേറ്റീവ് ആയിരിക്കും. ലോ സ്കോർ ഉള്ള ആളുകള് അൺഫ്രണ്ട്ലി ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, അൺപ്ലസന്റ് ആയിരിക്കും, ആർഗ്യുമെന്റേറ്റീവ് ആയിരിക്കും, അതുപോലെ കോൾഡ് ആൻഡ് ഹോസ്റ്റൈൽ ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ആ 5 ഫാക്ടേഴ്സ്, ഓഷ്യൻ എന്ന് പറയണേ 5 ഫാക്ടേഴ്സ്, OCEAN. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതില് ആ ഒരു നെക്സ്റ്റ് വലിയൊരു പാരഗ്രാഫ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു. എന്താണ് ഇത്? ബിഗ് 5 ഡയമെൻഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. 5 ഫാക്ടേഴ്സ് ബിഗ് 5 ഡയമെൻഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ഒന്നുകൂടി എന്താണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യനെയറിന്റെ പേരാണ് ട്രാൻസ്പെറന്റ് ബൈപ്പോളാർ ഇൻവെന്ററി. ഓക്കെ, നോട്ട്സ് മാറ്റിയില്ലേ? ഈ ഒരു പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. ട്രാൻസ്പെറന്റ് ബൈപ്പോളാർ ഇൻവെന്ററി എന്നാണ് ഇതിന് പേരിട്ടിരിക്കണം. ഓക്കെ, ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒന്ന് ഓർത്തിട്ട് നമുക്ക് സമ്മപ്പ് ചെയ്യാം അല്ലെ. നമ്മൾ ഇന്നലെയും ഇന്നത്തെയും ക്ലാസ്സിലൂടെ പറഞ്ഞത് ടൈപ്പ് തിയറിയും ട്രേറ്റ് തിയറിയാണ്. ടൈപ്പ് തിയറി 3 ഉണ്ടെന്നും ട്രേറ്റ് തിയറി 5 ആളുകളുടേത് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. അതിലെ ടൈപ്പ് തിയറി നമ്മൾ 3 ആളുകളുടേത് പറഞ്ഞത്, ഒന്ന് ഹിപ്പോക്രൈറ്റ്സ്, ഗ്രീക്ക് ഫിസിഷ്യൻ ആയിട്ടുള്ള ഹിപ്പോക്രൈറ്റ്സിന്റെ, അതിലാണ് നമ്മൾ ഒരു ബ്ലഡ്, പെൽഗം, ബ്ലാക്ക് ബൈൽ, യെല്ലോ ബൈൽ ഒക്കെ പറഞ്ഞത്. നെക്സ്റ്റ് USA ഫിസിഷ്യൻ ആയിട്ടുള്ള വില്യം ഷെൽഡന്റേതായിരുന്നു. അതിൽ നമ്മൾ ഒരാളുടെ എന്താ പറയാ ഷേപ്പൊക്കെ നോക്കിയിട്ട് പറയണത് പറഞ്ഞില്ലേ, അത് 3 പറഞ്ഞ്. ഒന്ന് എക്ടോമോർഫിക് ആണ്, 2 എൻഡോമോർഫിക് ആണ്, 3 മെസോമോർഫിക് ആണ്. ഇപ്പൊ നമ്മള് ആളുകള് മെലിഞ്ഞതാണ്, നീണ്ടതാണ്, പിന്നെ ഒരു കാറ്റഗറി തടിച്ചതും നീളം കുറഞ്ഞതുമാണ്, പിന്നെ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീളവും. ഒന്ന് ഞാനൊരു പിക്ചർ നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് 2-മത്തെ കാറ്റഗറിയിൽ പറഞ്ഞത്. പിന്നെ ഇതില് 3-മത്തെ തിയറി പറയണത്
ഷെൽഡന്റെ തിയറിയാണ് പറയുന്നത്. പിന്നെ MBTI, അതിൽ MBTIന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മേയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ്. ഇതില് 16 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഒക്കെ പറഞ്ഞു നമ്മള്. അങ്ങനെ ആ 3 അതാണ്. അതില് 2 ആൻഷ്യന്റ് ആണ്. ഈ MBTI ആണ് ഒന്നുകൂടി മോഡേൺ ആയിട്ടുള്ള തിയറി. പിന്നെ നമ്മള് അത് ടൈപ്പ് തിയറീസ് ആണ്. ഇത് ഇനി നെക്സ്റ്റ് പറയുന്നത് ട്രേറ്റ് തിയറീസ് ആണ്. അത് 5 ആളുകൾക്ക് പറഞ്ഞു. ഒന്ന് ആൽപോർട്ടിന്റെ പറഞ്ഞു, പിന്നെ കാറ്റലിന്റെ പറഞ്ഞു, പിന്നെ ഈസെങ്ക് അവരുടെ പറഞ്ഞു, ഗിൽഫോർഡിന്റെ പറഞ്ഞു, ലാസ്റ്റ് 1 5 ഫാക്ടർ മോഡല്, ബിഗ് 5 എന്നിട്ട് പറഞ്ഞിട്ടുള്ള അതും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്.